ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. ഓം തത്സത്. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം നമ്മൾ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 21, 23 വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് പ്രഭു ഹരേ കൃഷ്ണ, സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ശാശ്വതമായ സത്യം. ആ ശാശ്വതമായ സത്യം നമ്മൾ പറഞ്ഞു നിർത്തി. ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ. നമ്മൾ എപ്പോഴും ഭഗവാന്റെ നിത്യദാസനാണ് എന്നുള്ള അറിവിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ പ്രകാശമെല്ലാം സൂര്യന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം ഭഗവാനിലാണ് എന്നുള്ള ആ ഒരു അറിവിൽ നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ആ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് കൂടി അടുത്ത ശ്ലോകങ്ങളിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവത്ഗീതയിലെ അധ്യായം ചെല്ലാനുള്ളത് ആദ്യം തുടങ്ങണോ, ഇത് കഴിഞ്ഞിട്ട് മതിയോ? ഇത് കഴിഞ്ഞിട്ട് മതിയാവും അല്ലേ? ഓക്കെ, പെട്ടെന്ന് നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ശ്ലോകമാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ചൊല്ലുന്ന ഒരു ശ്ലോകമാണ്. പക്ഷേ അതിൻ്റെ ഡെപ്ത് മീനിങ് എത്ര പേർ അറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് 2-ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം 23 നമ്മൾ പറഞ്ഞു നിർത്തി. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാന അവസ്ഥിത ചേതസഹ യജ്ഞായ ചരത കർമ്മ സമഗ്രാം പ്രവീലയതേ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്തുതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലമം പ്രാപിക്കുന്നു. കാര്യം മറ്റ് ഗുണങ്ങളൊന്നും അതിനെ ഏൽക്കുന്നില്ല, ഗുണവും ഇല്ല ദോഷവുമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം ഇതിനകത്തൊന്നും ബാധിക്കാതെ മുന്നോട്ട് പോകും. അപ്പൊ അത് ദിവ്യത്വം പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം വരുന്നത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മ കർമ്മ സമാധിന. എല്ലായ്പ്പോഴും എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വായിക്കുന്ന ശ്ലോകമാണ്. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിലെ അതീന്ദ്രിയ ജ്ഞാനം 24-ാമത്തെ ശ്ലോകത്തിലേക്ക് സ്വാഗതം. സിമ്മി ഹരേ കൃഷ്ണ, വിസ്മയ ഹരേ കൃഷ്ണ, വിപിൻ പ്രഭു ഹരേ കൃഷ്ണ, സുരേഷ് പ്രഭു ഹരേ കൃഷ്ണ, രാജീവ് പ്രഭു ഹരേ കൃഷ്ണ, ശുഭമാതാജി ഹരേ കൃഷ്ണ, നന്നു ഹരേ കൃഷ്ണ. ചേച്ചി എവിടെ? ഹരേ കൃഷ്ണ. ചേച്ചി വർക്ക് ഉണ്ട്. ഓക്കെ, ചേച്ചിക്ക് ഹരേ കൃഷ്ണ. ജോലി കിട്ടിയോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജോലി കിട്ടട്ടെ അല്ലേ? ഹരേ കൃഷ്ണ. പഠിച്ചുകൊണ്ട് തന്നെ ജോലി കിട്ടട്ടെ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു ഹരേ കൃഷ്ണ, അമൃതമാതാജി ഹരേ കൃഷ്ണ, കീർത്തന ഹരേ കൃഷ്ണ എവിടെ? ഹരേ കൃഷ്ണ. ജിത്തു ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. അഭിരാമി ഭദ്ര ഹരേ കൃഷ്ണ. രാജ്മോഹൻ എവിടെ? രാജ്മോഹൻ അവർ എവിടെ? ഹരേ കൃഷ്ണ. സൂര്യമാതാജി ഹരേ കൃഷ്ണ, ശില്പമാതാജി ഹരേ കൃഷ്ണ, ഭാഗ്യലക്ഷ്മി നാഥ് ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മി എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. പ്രഭു സോറി കേട്ടോ, മാസത്തേക്ക് നാട്ടിൽ പോയിരിക്കണം. സോ 3 നേരം കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, അയലിംഗ് ഒക്കെ. സോ അതുകൊണ്ട് ഞാനിപ്പോ വരാം കേട്ടോ. ഓക്കെ, ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മി ഇന്ന് സെപ്പറേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ, സന്തോഷം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് കേട്ട ശ്ലോകമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ എല്ലായിടത്തും. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ, 4-ാമത്തെ അധ്യായം
24-ാമത്തെ ശ്ലോകമാണ്. ഭാഗ്യലക്ഷ്മിക്ക് ഭഗവത്ഗീത യഥാരൂപം ഉണ്ടോ? ഭഗവത്ഗീത ഏതാ എഴുതിയിരിക്കുന്ന ഭഗവത്ഗീത? ഇല്ല സാറേ. അപ്പം ഞാൻ എത്തിക്കാം, അവിടെ ഏതെങ്കിലും രീതിയിൽ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കാം. ഓക്കെ, ആരെങ്കിലും കൊണ്ടുതരും, നോ ഇഷ്യൂ. ഓക്കെ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ. റിപ്പീറ്റ് ചെയ്യാം. എല്ലാരും അൺമ്യൂട്ട് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, എബ്രാസ് പ്രഭു അൺമ്യൂട്ട് ചെയ്യാം. 1 2 3 4 സ്റ്റാർട്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ഹരേ കൃഷ്ണ. ഞാൻ പറയാം, പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ. സുരേഷ് പ്രഭു ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു ഞാൻ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ ശബ്ദാർത്ഥം വൈഹി ശ്രീ രൂപാദ കീജെ. അർപ്പണം ബ്രഹ്മ ആധ്യാത്മികതയോട് കൂടിയതും, ഹവിസ് ബ്രഹ്മ പരമവുമായ, ബ്രഹ്മാഗ്നവും ബ്രഹ്മാഗ്നിയിൽ, ബ്രഹ്മണ ആത്മാവിനാൽ, ഹുതം ഹോമിക്കപ്പെടുന്നു, തേന ബ്രഹ്മ കർമ്മ സമാധിന ആത്മീയ കർമ്മ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന ആളാൽ, ബ്രഹ്മയേവ ആധ്യാത്മിക ലോകമായ, ഗന്ധവ്യം പ്രാപ്യസ്ഥാനം പ്രാപിക്കപ്പെടുന്നു. സാധാരണഗതിയിൽ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ, അതായത് ഭഗവാൻ എന്നൊരു നിശ്ചയ രൂപമില്ലാതെ എല്ലാം ഒരു ബ്രഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി പ്രാർത്ഥിക്കുന്നവര് ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ ശ്ലോകം ചൊല്ലാറുണ്ട്. അതായത് ബ്രഹ്മത്തെ അർപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ വ്യക്തതയിലേക്കാണ് നമ്മൾ വരുന്നത്. കാര്യം നമ്മൾ മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂര്യപ്രകാശത്തിൽ സ്തുതി ചെയ്യുന്നു. അവർക്ക് ഇരുട്ടില്ല, ഇരുട്ടിനെ മാറി സൂര്യപ്രകാശത്തിൽ സ്തുതി ചെയ്യുന്നു. പക്ഷേ ആ പ്രകാശത്തിന്റെ സ്രോതസ് എവിടെയാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അവരുടെ അന്ധകാരം, അജ്ഞാനം ഏറെക്കുറെ മാറിക്കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ആ സ്രോതസ്സിലേക്ക് പോകണം. ഇതല്ല, ഈ പ്രകാശം എന്ന് പറയുന്നതല്ല ലോകം, അല്ലെങ്കിൽ പ്രകാശമല്ല, ഈ പ്രകാശത്തിന് പിന്നിൽ ഒരു സ്രോതസ്സുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ വ്യക്തിരൂപമായ ഭഗവാനിലേക്ക് നമ്മൾ എത്തുന്നത്. 12-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ഭാഗവതാചാര്യന്മാര് ഈ 2-ാമത്തെ ശ്ലോകം എടുത്ത് കളയും, ബൈപ്പാസ് ചെയ്യും, മിണ്ടത്തില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ് ഇനി വരാം. അതായത് ഭഗവത്ഗീതയിൽ വരുന്നത് ഇതെല്ലാം അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ്. ഭഗവത്ഗീതയിൽ അർജുനൻ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്?
ഭഗവത്ഗീതയിൽ അർജുനൻ എത്ര ചോദ്യങ്ങൾ ചോദിക്കും? പതിനാറ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ 16 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഭാഗവതത്തിൽ നൈമിഷാരണ്യ വനത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷികൾ എത്ര ചോദ്യമാണ് ചോദിക്കുന്നത്? ഇല്ല, കുഴക്കുകയല്ല, 6 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വെറും ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് പിന്നെ ഭാഗവതം മൊത്തവും പറയുന്നത്. അതിനെപ്പറ്റി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണ്, അനുഭവ സാക്ഷ്യത്തിലൂടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അർജുനൻ 16 ചോദ്യം, വെറും 700 ശ്ലോകത്തിൽ 16 ചോദ്യം ചോദിച്ചു. അത്രയും അർജുനൻ ചോദിച്ചു. അപ്പം തീർച്ചയായിട്ടും ഒരു 100 ഇരട്ടി സംശയം നമുക്കും കാണും. ഈ എത്ര സംശയം ഉണ്ടെങ്കിലും ഈ 16 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ നീങ്ങും. അപ്പം നമ്മൾ ബ്രഹ്മാർപ്പണമല്ല മഹാപ്രസാദേ ഗോവിന്ദ നമ്മൾ രണ്ടാമത് ചെല്ലും. ഇതാണ് രസം. ബ്രഹ്മാർപ്പണത്തിൽ നിന്ന് നമ്മൾ വളർന്ന് മഹാപ്രസാദേ ഗോവിന്ദേ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിലെത്തണം. ഇപ്പൊ ഏകദേശം പറഞ്ഞത് മനസ്സിലായോ? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. വിവർത്തനം ആവർത്തനത്തോടെ ശീലപ്രഭുപാദ കീജി. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളതാണ്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. ഇപ്പം ഭഗവത്ഗീത പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യജ്ഞമാണ്. അതുകൊണ്ടാണ് ഗീതാ ദിനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുമ്പം ഭഗവത്ഗീത പാരായണ യജ്ഞം ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു സംശയം വന്ന് ഭഗവാൻ പറഞ്ഞു തന്നു തന്നെ വീണ്ടും ഹവിസുകൾ തിരിച്ച് എങ്ങനെ യജ്ഞം അർപ്പിക്കാം എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. പണ്ട് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ വന്നായിരുന്നു ആദ്യമായിട്ട് ഭഗവത്ഗീത യജ്ഞം ചെയ്യുമ്പം. അതായത് ഹവിസിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുകയാണ്, ഭഗവാൻ അർപ്പിക്കുകയാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു തന്ന വാക്കുകൾ വീണ്ടും എങ്ങനെ തിരിച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ല, ഗംഗാനദിയിൽ കുളിക്കാൻ ഇറങ്ങി ആ ഗംഗാജലം 2 തുള്ളി എടുത്തിട്ട് വീണ്ടും ഭഗവാനെ സമർപ്പിക്കും എന്ന് പറയുമ്പം ഗംഗാനദിക്ക് ഗംഗാദേവിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത്രയേ ഉള്ളൂ കാര്യം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഹരേ കൃഷ്ണ. ശില്പമാതായി ഒന്ന് ചൊല്ലി. ഹരേ കൃഷ്ണ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഹരേ കൃഷ്ണ. നന്നു. ബ്രഹ്മപനം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഓ, സൗണ്ട് കുറവാ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് അമ്മ ചെല്ലുമ്പം അമ്മയ്ക്ക് മയക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. ഹരേ കൃഷ്ണ. കേട്ടു. വളരെ ലൈറ്റ് ആയിട്ടാ. അച്ഛൻ വന്നില്ലേ? ഹരേ കൃഷ്ണ. വിസ്മയ. ഹരേ കൃഷ്ണ. ബ്രഹ്മർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മഗ്നോ ബ്രാഹ്മണം ഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഹരേ കൃഷ്ണ. ഭാഗ്യലക്ഷ്മി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ചൊല്ലിക്കോ. ഇപ്പം ചൊല്ലിയായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവീർ, ബ്രഹ്മഹവീർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം. ബ്രഹ്മണാഹുതം. അത്രയേ ഉള്ളൂ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം, ബ്രഹ്മണാഹുതം. ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മൈവ തേന ഗന്ധർവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മകർമ്മ സമാധിന. അത്രയേ ഉള്ളൂ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആമി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ, ബ്രഹ്മണാഗ്നൗ ബ്രഹ്മാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. ഭാവാർത്ഥം ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ എങ്ങനെ ആത്യന്തികമായി ആധ്യാത്മിക ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുവെന്ന് ഇവിടെ വിവരിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രവൃത്തികൾ പലതുണ്ട്. അവയെ പറ്റി തുടർന്നും പ്രതിപാദിക്കും. ഇവിടെ കൃഷ്ണാവബോധ തത്വം മാത്രമാണ് പറയുന്നത്. ഭൗതിക മാലിന്യങ്ങളിൽ അകപ്പെട്ട ബദ്ധ ജീവാത്മാവ് ഭൗതികമായ ചുറ്റുപാടുകളിൽ തന്നെ പ്രവർത്തിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ അത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്ന് പുറത്തു വന്നേ തീരൂ. ബദ്ധ ജീവാത്മാവിന് ഈ ഭൗതികാന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറാനുള്ള പ്രക്രിയയാണ് കൃഷ്ണാവബോധം. ക്ഷീരോൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗത്താൽ കുടൽ രോഗം ബാധിച്ച ഒരാൾക്ക് പാലിൽ നിന്നുള്ള മറ്റൊരു ഉൽപ്പന്നം തൈര് ഔഷധമായി തീരുന്നു. ഭൗതികതയിൽ മുഴുകിയ ബദ്ധനായ ഒരാത്മാവിന് ഇവിടെ ഗീത സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കൃഷ്ണാവബോധമാണ് പ്രത്യൗഷധം. ഈ പ്രക്രിയയെ സാമാന്യമായി വിഷ്ണുവിന്റെ അഥവാ കൃഷ്ണന്റെ മാത്രം പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞം എന്ന് പറയുന്നു. ഇപ്രകാരം ലൗകിക കർമ്മങ്ങൾ കൃഷ്ണാവബോധത്തോടെ വിഷ്ണുവിന് വേണ്ടി മാത്രം അനുഷ്ഠിക്കുന്നതിൽ നിമഗ്നമാവുന്ന തോതനുസരിച്ച് അന്തരീക്ഷം ആധ്യാത്മികമായി തീരും. ബ്രഹ്മം എന്നതിന് ആത്മീയമെന്നാണ് അർത്ഥം. ആത്മീയമയമാണ് ഭഗവാൻ. അവിടുത്തെ ദിവ്യ ശരീരത്തിന്റെ കിരണങ്ങൾ ബ്രഹ്മജ്യോതിസ് ആത്മീയ പ്രഭാപൂരം എന്നറിയപ്പെടുന്നു. എല്ലാ സത്തകളും ആ ബ്രഹ്മജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ അത് മായ കൊണ്ടോ ഐന്ദ്രിയ വിഷയാസക്തി കൊണ്ടോ മറയ്ക്കപ്പെടുമ്പോൾ ഭൗതികതയായി കൃഷ്ണാവബോധം ഈ മറ ഉടനെ നീക്കാം. കൃഷ്ണാവബോധം കൊണ്ട് ഈ മറ ഉടനെ നീക്കാം. അപ്രകാരം കൃഷ്ണാവബോധത്തിന് അർപ്പിക്കപ്പെട്ടവയും ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ അഥവാ നിരപേക്ഷ തത്വം. മായാച്ഛന്നമായ പരമസത്യമാണ് ഭൗതിക പദാർത്ഥമെന്ന് പറയപ്പെടുന്നത്. പരമസത്യത്തിനായി വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക ഭാവം വീണ്ടും കിട്ടുന്നു. മായാബോധത്തെ ബ്രഹ്മബോധമാക്കി അഥവാ ഭഗവത് ബോധമാക്കി മാറ്റുന്ന പ്രക്രിയയത്രേ കൃഷ്ണാവബോധം. അതിൽ പൂർണ്ണമായി മുഴുകിയ മനസ്സിന്റെ അവസ്ഥയാണ് സമാധി. അപ്രകാരമുള്ള അതീന്ദ്രിയ ബോധത്തിൽ ചെയ്യുന്നത് എന്തും യജ്ഞം എന്ന് പറയപ്പെടുന്നു. അവബോധത്തിന്റെ ആ ആധ്യാത്മിക നിലയിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിന്റെ ഭുക്തിയും യജ്ഞത്തിന്റെ യജമാനനും യജ്ഞഫലവുമെല്ലാം നിരപേക്ഷ തത്വത്തിൽ പരബ്രഹ്മത്തിൽ ഏകഭാവം കൈക്കൊള്ളുന്നു. ഇതാണ് കൃഷ്ണാവബോധത്തിന്റെ രീതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിലെ 1-2 കണക്ടർ ശ്ലോകം ചൊല്ലിയതിനു ശേഷം നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇവിടെ പറയുന്നു,
പ്രകാരം ലൗകിക കർമ്മങ്ങൾ ലൗകിക കർമ്മങ്ങൾ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഇതിന് കണക്റ്റഡ് ആണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞു. ആരായിരുന്നു? ആമി. ഓക്കെ, ഇതേ ആൻസർ തന്നെയാണ് അതിന്റെ കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ലൗകിക പ്രവർത്തനങ്ങൾ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യണം. പറയുന്നു ലൗകിക കർമ്മങ്ങൾ കൃഷ്ണാവബോധത്തോടെ വിഷ്ണുവിന് വേണ്ടി മാത്രം ചെയ്യണം. ലൗകിക കർമ്മങ്ങൾ ചെയ്യണ്ട എന്നിവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് ലൗകിക കർമ്മങ്ങൾ ചെയ്യാം, പക്ഷേ എന്ത് ബോധത്തോടെ വേണ്ടതാണ്? അഹങ്കാരത്തോടെ നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മൾ സാധാരണ നമ്മുടെ ആൾക്കാർ, നമ്മുടെ വലിയവർ, മുതിർന്നവർ അല്ലെങ്കിൽ അച്ഛനും പറഞ്ഞു തരാറുണ്ട്, അഹങ്കാരത്തോടെ ചെയ്യാതടാ, അല്ലെങ്കിൽ ചെയ്യുന്ന എന്തെങ്കിലും സക്സസ് ആയി കഴിഞ്ഞാൽ നീ അഹങ്കരിക്കാതടാ, നിന്റെ കഴിവുകൊണ്ട് ആണെന്ന് നീ വിചാരിക്കാതടാ, നകളിക്കാതടാ എന്നൊക്കെ പറയാറുണ്ട്. എന്നെ ഒരുപാട് ഉപദേശിക്കാറുണ്ടായിരുന്നു. ഞാനൊരു അഹങ്കാരിയായിരുന്നു. അപ്പൊ എന്നെ ഒരുപാട് ഉപദേശിക്കുമായിരുന്നു. കിടന്ന് നകളിക്കാതെന്ന് പറയും, താഴെ നിൽക്കെന്ന് പറയും. അപ്പം ഇതൊന്നും നിന്റെ കഴിവ് കൊണ്ടല്ല എന്നാണ് സൂചിപ്പിച്ചത്. അത് നമുക്കതൊന്നും മനസ്സിലായിട്ടില്ല, അത് വേറെ കാര്യം. ഇവിടെ ലൗകിക കർമ്മങ്ങളെ മാറ്റി നിർത്താൻ പറയുന്നില്ല. ലൗകിക കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ കൃഷ്ണാവബോധത്തോടെ ചെയ്യണം. ആ ശ്ലോകം ഏതാ? ഏത് ശ്ലോകമാ? നമ്മൾ പഠിച്ച ശ്ലോകം, എപ്പോഴും ചെല്ലുന്ന ശ്ലോകം, എപ്പോഴും പറയുന്ന ശ്ലോകം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അത്രേ ഉള്ളു കാര്യം. ഇത്രയാണ് കൂടുതൽ ചിന്തിച്ചത്. യത് കരോഷ്യതസ്നാസി യജ്ഘോഷ്യദാസ്യത് യത് അവസ്യസ്യ കൗന്ദയ തത് പുരുഷമതർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നമ്മളതെല്ലാം ചെയ്യുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം, എനിക്കുള്ള വഴിപാടായിട്ട് ചെയ്യുക, ഇത്രേ പറയുന്നുള്ളൂ. അപ്പം ലൗകികമായ കാര്യങ്ങൾ കൃഷ്ണാവബോധത്തിന് വിഷ്ണുവിന് വേണ്ടി മാത്രം അനുഷ്ഠിക്കുക. പിന്നെന്താണ്? ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ. ഏതാ ശ്ലോകം വരുന്നത്? ഏത് ശ്ലോകം വരും? ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ. നോട്ട്ബുക്ക് എടുക്കുക, വെക്കുക, എഴുതി വെക്കുക. ഭാഗ്യലക്ഷ്മി നോട്ട് ചെയ്യുക. നമ്മൾ വായിച്ച ശ്ലോകം 4-ാമത്തെ അധ്യായം 24 24 നമ്മളെല്ലാം ചെയ്യുന്നത് വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതിന്റെ ശ്ലോകം വരുന്നതാണ് യത് കരോഷി യതസ്നാസി. ആ നമ്പർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു എഴുതാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പം പറയുക. 4-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ ശ്ലോകത്തിന്റെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ശ്ലോകമാണ് യത് കരോഷി യതസ്നാസി. അതുകൊണ്ടാണ് സാധാരണ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാര്, ഒന്നും ചെയ്യാത്തവര്, നല്ല നല്ല ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പം, ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പം നമ്മളൊന്ന് തൊഴും, എന്നിട്ട് പറയും ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഹാരം കഴിക്കാനിരിക്കും. ബ്രഹ്മത്തിൽ അർപ്പിച്ചു എന്നുള്ളൊരു കണക്ക്. അതേസമയം വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പം നമ്മൾ അത് ശരിയായ രീതിയിൽ നമ്മൾ നിവേദിക്കും. അത്രയേ ഉള്ളൂ. ശ്ലോകം നമ്പർ ഏതാണെന്ന് മനസ്സിലായോ? ഞാൻ നോക്കിയെടുക്കണം, ഞാൻ മറന്നുപോയി. യത്കരോഷ്യതസ്നാസി. നോക്കി വെച്ചേരെ. അത് കഴിഞ്ഞിട്ട് ഈ ശ്ലോകം, ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ. ഏതാ ശ്ലോകം നമ്പർ? 9.27. താങ്ക് യു. എഴുതി വെച്ചേരെ. യത് കരോഷ്യതസ്നാസി. ഇതിന്റെ കണക്ട് ശ്ലോകം 9-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം, 9.27. അപ്പം 4.24 ഈസിക്കൽ ടു വീണ്ടും വരുന്നത് 9.27. ഇനി അടുത്തതും വരും. എഴുതി വെക്കുക ഇങ്ങനെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വീണ്ടും പറയുന്നു, ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും എല്ലാം
ചേർന്നതാണ് ബ്രഹ്മൻ. അപ്പൊ ഈ ബ്രഹ്മൻ ആരാണെന്ന് വീണ്ടും വ്യക്തമായിട്ട് വരികയാണ്. സാധാരണഗതിയിൽ അവ്യക്തകതവാദികൾ ബ്രഹ്മൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനപ്പുറത്തോട്ട് ചിന്തിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ബ്രഹ്മൻ എന്താണെന്ന് പറയുന്നു. ഈ നിവേദ്യത്തിന്റെ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദകനും ഫലവും എല്ലാം ചേർന്നതാണ് ബ്രഹ്മൻ. ശ്ലോകം ഏതാ? നമ്മൾ പഠിച്ചതാ. ചെല്ലിക്കോളൂ. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എത്രാമത്തെ ശ്ലോകം വരുന്നത്? അതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞേരെ. 5:29. ഇതിൽ 5:29 അല്ലേ? അപ്പൊ എഴുതി വെച്ചോളൂ 5.29. ഓക്കെ. അപ്പൊ ബ്രഹ്മൻ ആരാണെന്ന് അർത്ഥം എന്ന് പറഞ്ഞ ജയപ്രകാശ് പ്രഭു, അതിന്റെ വിവർത്തനം. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും അധിപനും എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ശാന്തി നേടുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഒന്നുകൂടെ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവ്, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തും അല്ലേ? അപ്പം ഇവിടെ എഴുതി നമ്പർ 5-ാമത്തെ അധ്യായത്തിലെ 29 അല്ലേ? 5.29 എഴുതി വെക്കുക. അപ്പൊ ഇവിടെ പറയുന്നു ഈ യജ്ഞങ്ങളുടെ എല്ലാം ഭോക്താവ് ഞാനാണെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശരിയായ രീതിയിൽ പൂജാവിധികൾ പഠിച്ച ഒരു പൂജാരി അല്ലെങ്കിൽ തന്ത്രി എന്ത് ഹോമം ചെയ്തു കഴിഞ്ഞാലും, ഈ ഗണപതി ഹോമം പോലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു യജ്ഞ പുരുഷനെ സങ്കല്പിച്ച് അവിടെ നിർത്തും. നമുക്കറിയത്തില്ല, അവിടെ ഒരു യജ്ഞ പുരുഷ സങ്കല്പമുണ്ട്. ഈ യജ്ഞ പുരുഷനെ ആദ്യം പുരുഷ സൂക്തം ചെയ്യും. ആക്ച്വലി ഏതൊരു പൂജാരിയാണെങ്കിലും ശ്രീകോവിൽ തുറന്നു കഴിഞ്ഞാൽ ആദ്യം പുരുഷ സൂക്തം ചെല്ലും. പുരുഷ സൂക്തം ചെല്ലിയതിന് ശേഷമാണ് ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഈ ഹോമം ചെയ്യുമ്പം ആദ്യം യജ്ഞപുരുഷനെ സ്ഥാപിക്കും. ഈ യജ്ഞം വിഷ്ണുവിന് സമർപ്പിച്ചു കൊണ്ടിട്ടാണ് ഈ ഹോമങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവസാനം വരുന്നത് കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മന എന്ന് നാരായണായേത് സമർപ്പയാമി എന്ന് ശ്ലോകം വരുന്നത്. ഓക്കെ. അപ്പം 2-ാമത്തെ ശ്ലോകത്തിനും കൂടെ നമുക്കൊന്ന് പോകാം. അപ്പം ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പം യജ്ഞത്തെ പറ്റിയാണ്. സാക്രിഫൈസ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാക്രിഫൈസ് ആണ്. അപ്പം എങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നു? ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സാക്രിഫൈസിന്റെ ഡെഫിനിഷൻ. അപ്പം ഈ സാക്രിഫൈസിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. ഈ സാക്രിഫൈസിന്റെ, അതായത് ഈ സമർപ്പണത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അതീന്ദ്രിയമായ അറിവാണ്. അതീന്ദ്രിയമായ അറിവ് എന്താ? ഇപ്പം പറഞ്ഞ ഭോക്താരം യജ്ഞ തപസ്സാം, എല്ലാത്തിൻ്റെയും യജ്ഞങ്ങളുടെ ഭോക്താവ് ഭഗവാനാണെന്നുള്ള അതീന്ദ്രിയമായ അറിവിൽ നമ്മൾ എത്തിക്കുന്നു. ഇതാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ ചെയ്യുന്നത്. ഇനി അങ്ങനെ വരുമ്പോഴാണ് കൃഷ്ണ അവബോധം നമ്മൾ ശരിക്കും ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ കൃഷ്ണാബോധം ആരംഭിക്കുമ്പം നേരത്തെ ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ, നമ്മളെല്ലാം ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ബോധം വരും. പിന്നെ ഒന്നുകൂടെ ഈ ശ്ലോകത്തിലൂടെ അടുത്ത ശ്ലോകം കൂടെ കവർ ചെയ്യുമ്പം നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭഗവാനുമായിട്ട്, ഭഗവാന്റെ ഭിന്ന അംശങ്ങളാണ് നമ്മൾ വിഭിന്ന അംശങ്ങളല്ല. ഭഗവാന്റെ തന്നെ അംശങ്ങളാണ് നമ്മൾ. ഇപ്പം മമേ ലോകേ അങ്ങനെ ജീവഭൂത സനാതന എന്നൊരു ശ്ലോകം വരുന്നുണ്ടല്ലോ. മമേ വാംശോ ജീവലോകെ. പറഞ്ഞോളൂ പ്രഭു. എത്രാമത്തെ ശ്ലോകം അത്? ഏതാമത്തെ? 15 ശ്ലോകം. 15 അപ്പം അതും എഴുതി വെക്കുക. 15 15.7 ഓക്കെ, എഴുതി വെക്കണം.
മമൈവാംശം, എല്ലാം ഭഗവാന്റെ ജീവാംശങ്ങളാണ് നമ്മൾ. അപ്പൊ അങ്ങനെ വരുമ്പം വീണ്ടും നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തും. ജീവതത്വശക്തി കൃഷ്ണ തത്വശക്തിമാൻ. ജീവ തത്വശക്തി കൃഷ്ണ തത്വശക്തിമാൻ എഴുതി വെച്ചേ. ജീവ തത്വശക്തി കൃഷ്ണ തത്വശക്തിമാൻ. അതായത് ഭഗവാൻ ഊർജസ്വലനും ആത്മാവ് അവന്റെ ഊർജവുമാണ്. ഇത്രയുള്ള കാര്യം. അതായത് ഈ ആത്മാവ് ഭഗവാനാണ്. അപ്പൊ വീണ്ടും വരും സർവസ്ഥിതാഹം ഹൃദയസന്നിവിഷ്ടോ, വീണ്ടും വരികയാണ്. അപ്പം ആത്മാവ് ഊർജസ്വലനും ആത്മാവ് ഊർജവും ഭഗവാൻ ഊർജസ്വലനുമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഊർജസ്വലൻ, അവന്റെ ഊർജമാണ് ഈ ആത്മാവ്. ജീവ തത്വശക്തി കൃഷ്ണ തത്വശക്തിമാൻ എഴുതി വെച്ചില്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോ ജുഹ്വതി ദൈവമേവാപരേ യജ്ഞം. ദൈവമേവാപരേ യജ്ഞം ദൈവമേവാപരേ യജ്ഞം ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ യോഗിനാ പര്യുപാസതേ യോഗിനാ പര്യുപാസതേ യോഗിനാ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം ബ്രഹ്മാഗ്നാവേ പരേ യജ്ഞം ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി 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 യജ്ഞേനൈവോപജുഹ്വതി. ശബ്ദാർത്ഥം ബൈഹി ശ്രീ ശ്രീ രൂപാദ കീജി. അപരേ അപരന്മാരായ യോഗിനഃ യോഗികൾ ദൈവം ദേവതാ ആരാധന സംബന്ധിയായ യജ്ഞം ഏവ യജ്ഞത്തെ തന്നെ പര്യുപാസതേ ശരിയായി ആരാധിക്കുന്നു. അപരേ മറ്റു ചിലർ ബ്രഹ്മാഗ്നോ പരതത്വത്തിന്റെ അഗ്നിയിൽ യജ്ഞേന ഏവ യജ്ഞത്താൽ തന്നെ യജ്ഞത്തെ ഉപജുഹ്വതി സമർപ്പിക്കുന്നു. വിവർത്തനം ആവർത്തനത്തുള്ള ശീല പ്രഭുപാദ കീജി. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേവാപരേ യജ്ഞം ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ യോഗിനാ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം ബ്രഹ്മാഗ്നാവ് അപരേ യജ്ഞം യജ്ഞനൈവോപജുഹ്വതി യജ്ഞനൈവോപജുഹ്വതി. ശില്പമാതാജി ഒന്ന് ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാഗ്നൗ അപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു. ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അമൃതമാതാജി. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി റൂമിലാണ് അല്ലേ? വായിച്ചോളൂ. ദൈവമേവാപരേ യജ്ഞം യോഗിന
പരുപാസതേ ബ്രഹ്മാഗ്നവാപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമ്മി. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നില്ല. ഇന്നും വോളിയം ഇഷ്യൂ ഉണ്ടോ? അതെ, എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. ഓക്കെ, ചൊല്ലിയതായിട്ട് ഞങ്ങൾ കണക്കാക്കി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും. സൂര്യമാതാജി വായിച്ചോ? സൂര്യ വായിച്ചോ? ഹരേ കൃഷ്ണ. ദൈവം ഏവ പരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മജ്ഞൗ അപരേ യജ്ഞം യജ്ഞൈവോപജുഹ്വതി. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ദൈവമേ അപാപരേ യജ്ഞം യോഗിനാ പര്യുപാസതേ ബ്രഹ്മാജ്ഞാവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചില പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. സുശീം പ്രഭു അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കും. മുൻപ് പറഞ്ഞതുപോലെ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ മഹായോഗി എന്നോ ജ്ഞാനി വര്യനെന്നോ വിളിക്കാം. അപ്രകാരം ദേവന്മാർക്കായുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുണ്ട്. കൂടാതെ ഭഗവാനെ അവ്യക്തഗത ഭാവത്തെ പരബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുമുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളായി പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. പലതരത്തിലുള്ള യജ്ഞകർത്താക്കൾ ചെയ്യുന്ന പല വിഭാഗങ്ങളിലുള്ള യജ്ഞകർമ്മങ്ങൾ ഉപരിപ്ലവമായി മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. വാസ്തവത്തിൽ യജ്ഞമെന്നു കൂടി പേരുള്ള വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളവയാണ് യജ്ഞങ്ങളെല്ലാം. പലവിധം യജ്ഞങ്ങളെ മുഖ്യമായി 2 വിഭാഗങ്ങളാക്കാം. ഭൗതിക സമ്പത്തിനായുള്ള യജ്ഞവും അതീന്ദ്രിയ ജ്ഞാനത്തിനായുള്ള യജ്ഞവും. കൃഷ്ണാവബോധമുള്ളവർ തങ്ങളുടെ സർവ ഭൗതിക സമ്പത്തും ഭഗവത് പ്രീതിക്ക് വേണ്ടി അർപ്പിക്കുന്നു. മറ്റു ചിലർ ക്ഷണികങ്ങളായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സമ്പത്തുകളാൽ യജിക്കുന്നു. അവ്യക്തഗതവാദികളായ മറ്റുള്ളവരാകട്ടെ സ്വന്തം വ്യക്തി ഭാവത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്ന യജ്ഞമാണ് അനുഷ്ഠിക്കുന്നത്. സർവേശ്വരൻ നിയോഗിച്ച ശക്തരായ ജീവസത്തകളാണ് ദേവന്മാർ. ഈ പ്രപഞ്ചത്തിന് ചൂട്, വെളിച്ചം, വെള്ളം മുതലായ വിതരണം ചെയ്ത് പരിപാലിക്കുക എന്നതാണ് അവരുടെ കർത്തവ്യം. ഭൗതിക നേട്ടങ്ങളിൽ തൽപരരായവർ ദേവന്മാരെ വൈദിക ചടങ്ങുകളോട് കൂടിയ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് പ്രീണിപ്പിക്കുന്നു. ഈശ്വരവാദികൾ അഥവാ ബഹുദേവ ഉപാസകരാണവർ. ദേവതാര രൂപങ്ങളെ ക്ഷണികങ്ങളായി കരുതി നിരപേക്ഷ തത്വത്തിൽ അവ്യക്തിഗത ഭാവത്തെ ആരാധിക്കുന്ന ചിലരുണ്ട്. അവർ സ്വയം പരമാഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. തങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു. പരമസത്യത്തിന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ കുറിച്ച് അറിയാൻ തത്വജ്ഞാനപരമായ ഊഹാഭോഗങ്ങളിൽ ഏർപ്പെട്ട് സമയം പാഴാക്കുകയാണിവർ. കർമ്മബലേച്ഛുക്കൾ പ്രാപഞ്ചിക സുഖങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്തെല്ലാം ത്യജിക്കുന്നു. അവ്യക്തഗതവാദികൾ പരമസത്തയിൽ വിലയം പ്രാപിക്കുന്നതിലേക്ക് തന്റെ ഭൗതിക ഉപാധികളെല്ലാം ബലികർപ്പിക്കുന്നു. അവ്യക്തഗതവാദിയുടെ യജ്ഞാഗ്നി പരമമായ ബ്രഹ്മവും ഹോമദ്രവ്യം ബ്രഹ്മാഗ്നിയിൽ ദഹിക്കപ്പെട്ട ഭാവവുമാണ്. കൃഷ്ണാവബോധമുള്ളവനാകട്ടെ അർജുനനെ പോലെ തന്റെ സർവസ്വവും കൃഷ്ണപ്രീതിക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ തന്റെ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെയും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അതേസമയം സ്വവ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. ഇവിടെ നഷ്ടപ്പെടുന്നുമില്ല. ബഹുദേവത ആരാധന പറയുന്നു. യജ്ഞങ്ങള് ഒരു കൂട്ടര് എങ്ങനെയാണ് സമർപ്പിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ അർജുനനെ പോലെയുള്ള ആൾക്കാർ എങ്ങനെയാണ് സമർപ്പിക്കുന്നതെന്ന് പറയുന്നു.
ഇനി ഏത് സമർപ്പണമാണ് ശ്രേഷ്ഠതയെന്നും പറയുന്നു. ഇതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല, തരംതിരിച്ച് കൊടുത്തിരിക്കുകയാണ്, ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ അവ്യക്തഗതവാദികൾ ബ്രഹ്മത്തിൽ മാത്രം നിൽക്കുന്നു. അപ്പം ആ അവ്യക്തഗതവാദം തെറ്റാണെന്ന് നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലായി. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൂര്യൻ കാണും. ആ സൂര്യന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത്, മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ നമ്മൾ കാണുന്നത് എന്ന് നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള കണക്കിലെ ശ്ലോകങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും കൃഷ്ണാബോധമുള്ളവനാകട്ടെ അർജുനനെ പോലെ തന്റെ സർവസ്വവും കൃഷ്ണപ്രീതിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. കാര്യം ഇതെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ സർവേശ്വരൻ നിയോഗിച്ച ശക്തമായ ജീവസത്തകളാണ് ദേവന്മാർ. ദേവന്മാര് ഒട്ടും ശക്തി കുറഞ്ഞവരൊന്നുമല്ല, നല്ല ശക്തിയുള്ളവരാണ്, അവർക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷെ ആര് നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട തിരിച്ചറിവ്. അപ്പൊ അറിയുന്നു അത് സർവേശ്വരൻ നിയോഗിച്ച ശക്തരായ ജീവസത്തകളാണ്. പിന്നെ അപ്പം അതിന് കണക്റ്റഡ് ആയിട്ട് ശ്ലോകം രസോ അഹമപ്സു കൗന്ദേയ ആർക്ക് ചൊല്ലാൻ പറ്റും? രസോ അഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവ ആ ശ്ലോകം ഒന്ന് പറഞ്ഞേരെ, ശ്ലോകം നമ്പർ 7th ചാപ്റ്ററില് 8th ശ്ലോകം. ഓക്കെ, അതിനർത്ഥം പറ. ഒരു സെക്കൻഡ്. O son of Kunti, I am the taste of water, the light of the sun and the moon. The syllable Om in the Vedic mantras. I am the sound in ether and ability in man. മലയാളം അർത്ഥം ആർക്ക് വായിക്കാം? 7.8. കുന്തിപുത്ര, ജലത്തിലെ സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാ ജ്യോതിഷവും അവിടെ തന്നെ വന്നു. ഇപ്പൊ ഒരു കുഞ്ഞിനെ വേണമെങ്കിലും ഭഗവാനെ ഉപാസിക്കണമെന്നതിനർത്ഥം, വിഷ്ണുവിനെ ഉപാസിക്കണം. അപ്പം സന്താന ഭാഗ്യം അല്ലെങ്കിൽ കിട്ടാത്തവരും യഥാസമയം സന്താന ഭാഗ്യം കിട്ടാത്തവരും ആരെ ഭജിക്കണം? വിഷ്ണുവിനെ. അതുകൊണ്ടാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം വളരെ പ്രസിദ്ധം. സന്താന ഗോപാലം പൂർണ്ണത്രയീശ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ പോയി നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും. പൂർണ്ണത്രയീശ ക്ഷേത്രം. അപ്പൊ അവിടെ ശക്തി കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് ഇടയ്ക്ക് കീർത്തനം കേൾക്കുന്നുണ്ടോ? ഓക്കെ. കൃഷ്ണാബോധമുള്ളവനാകട്ടെ അർജുനനെ പോലെ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മള് അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ ഒരു അർജുനനെങ്കിലും ആകാൻ ശ്രമിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അതിലുപരിയായിട്ടൊക്കെ പോകാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കും, പക്ഷെ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ജീവിതത്തിൽ ആകണം. അപ്പം നമ്മളെ ചില ഈ ഫീഡ്ബാക്ക് ഒക്കെ വരുമ്പം ഇതല്ല 1, 2, 3, 4, 5 റേറ്റിംഗ്, പിന്നെ ഒരു ലീസ്റ്റ്, പിന്നെ ഒരു മോസ്റ്റ് എന്നൊക്കെ വരും ഇല്ലേ? അപ്പൊ അതിനകത്ത് അറ്റ്ലീസ്റ്റ് എങ്കിലും ആകണം നമ്മൾ. അപ്പൊ അത്രയെങ്കിലും നമ്മൾ ആകണം. അപ്പൊ അവിടെ വീണ്ടും പറഞ്ഞു വരുന്നത് ശ്രീമദ് മഹാഭാഗവത്തില് പറയുന്നുണ്ട്. വീണ്ടും അമേ വാംശോ ജീവലോകെ, അതിന് തുല്യമായിട്ടുള്ള ശ്ലോകമാണ്. സർവഭൂതേഷു യ പശ്യേത് ഭഗവത് ഭവാം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി യേശ ഭാഗവതോത്തമ. എഴുതി വെച്ചൊരു അതിൻ്റെ നമ്പർ 11ാം സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായം 45ാമത്തെ ശ്ലോകമാണ്. 11:2:45. 11:2:45. സർവഭൂതേഷു യാ പശ്യേത് ഭഗവത് ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മന്യേശ ഭാഗവതോത്തമഃ. പറയുന്നത് എല്ലാ ജീവജാലങ്ങളും പരമോന്നത വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നും എന്ന് ഒരു ഭഗവത് ഭക്തൻ കാണുന്നു. every all living beings are part and parcel of Krishna. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണം. എല്ലാ ജീവജാലങ്ങളും പരമോന്നത വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്ന്, എല്ലാവരും കൃഷ്ണനിലാണ്,
കൃഷ്ണനും എല്ലാവരുടെയും ഉള്ളിലാണ് എന്ന് ഒരു ഭഗവത് ഭക്തൻ കാണുന്നു. അപ്പം അതിന് ഈക്വലായിട്ടുള്ള ശ്ലോകം ഏതാ? ഈ ശ്ലോകമാ സർവസ്ഥിജാഹം. ആ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അപ്പം 28 കൂടെ 26 കൂടെ ചെയ്യണം എന്നുള്ളതാണ് ഹോംവർക്ക് വരാം. ശ്രോതാദീൻ ഇന്ദ്രിയാണിന്യ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമം ഉണ്ടാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടല്ലേ? ഹരേ കൃഷ്ണ, കേട്ടോ? ഇടയ്ക്കൊന്ന് ഓക്കെ. അപ്പം എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നും നമ്മൾ ആരും വിഭിന്നരല്ല, ഭഗവാനിൽ നിന്ന് വിഭിന്നമല്ല എന്നുമാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജീവിയെ കണ്ടു കഴിഞ്ഞാലും അത് ഭഗവാന്റെ അംശമാണ്. സർവസ്യജാഹം കൃതിസന്നിവിഷ്ടു മത്തസ്മൃതിജ്ഞാനം അബോഹനം ച വേദേച്ച സർവേരഹമേവ വേദ്യോ വേദാന്തകൃത് വിദേവ ചാഹം. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. ഉറുമ്പ് മുതൽ വലിയ തിമിംഗലം വരെ അല്ലെങ്കിൽ സ്രാവ് വരെയുള്ള ജീവജാലങ്ങളിൽ എല്ലാം തന്നെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 2 ശ്ലോകം വരുമ്പം എല്ലാത്തിൻ്റെയും ലൗകിക ജീവിതം ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, അതേസമയം ലൗകിക ജീവിതം വിഷ്ണുവിൽ സമർപ്പിച്ച് വിഷ്ണുവിന്റെ പ്രീതിക്കായി ചെയ്യണം, ഇത്രേ പറയുന്നുള്ളൂ. ചെറിയൊരു ടെസ്റ്റിങ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 4ാമത്തെ അതീന്ദ്രിയ ജ്ഞാനം 4ാമത്തെ അധ്യായത്തിന്റെ 24-25 ശ്ലോകം വരുമ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. അറ്റ്ലീസ്റ്റ് ഒരു അർജുനനെങ്കിലും ആകണം. അർജുനനെ പോലെ തന്റെ സർവസ്വവും കൃഷ്ണപ്രീതിക്ക് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ തന്റെ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെയും കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അതേസമയം സ്വവ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നുമില്ല, ഒരു വ്യക്തിത്വവും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി നമ്മുടെ ഔദ്യോഗിക വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭർത്താവ് എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുന്നില്ല, പിതാവ് എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുന്നില്ല, സുഹൃത്ത് എന്ന സ്ഥാനം നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സബ് കോൺഷ്യസ് ഉണ്ട്. എന്താണ് സബ് കോൺഷ്യസ്? ഞാന് ഭഗവാന്റെ അംശമാണ്. അപ്പം അതിൻ്റെതായ ക്വാളിറ്റി നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം ഭഗവാനുള്ള വഴിപാടായിട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് പണ്ടുള്ളവർ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നത്? ഇപ്പം ലോപിച്ചതിന് അർത്ഥം അറിയത്തില്ല, അവസാനം അതിൽ ഡീലിങ്സിന്റെ ഭാഗമായിട്ട് പോയി വഴിപാട് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അതേസമയം പണ്ട് വഴിപാട് എന്നൊരു സാധനവും ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റേതാണ്, ഇത് ഭഗവാന് തിരിച്ച് സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അന്നെല്ലാം ഈ വഴിപാട് ചെയ്തിരുന്നത്. പിന്നീട് ഇത് നമുക്ക് കിട്ടുന്ന ഉപകാരത്തിന്റെ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സെർവൻ്റ് ആക്കി എടുക്കുകയാണ്. നീ എനിക്കിത് ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കൂലി നിനക്ക് ഇത്ര തരാം, ഇതാണ് കമ്മീഷൻ നിനക്ക് ഇത്ര തരാം എന്ന് പറഞ്ഞൊരു ഡീലിങ്സ് ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പരീക്ഷണങ്ങളും കാര്യങ്ങളും വരുന്നത്. അപ്പം ശ്രീ പ്രഭുപാദർ പറയുന്നതിൻ്റെ കൂട്ട് ഏതൊരുവനും തൻ്റെ ആപത്തിൽ പെടുമ്പം ഭഗവാനെ വിളിക്കാതിരിക്കാൻ കഴിയാതിരിക്കത്തില്ല. അവൻ അറിയാതെ തന്നെ എൻ്റെ ദൈവമേ
എൻ്റെ ഈശ്വര എന്ന് വിളിക്കും. അത് ഭഗവാനുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാണ്. അപ്പം അങ്ങനെ വിളിക്കും എന്ന് ഭഗവാൻ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ വിളിച്ചില്ലെങ്കിലും ഭഗവാൻ മറന്നിങ്ങനെ ഇരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും. അവസാനം ഭഗവാൻ അറിയാം, ഒരു പ്രയാസം വരുമ്പം ആ പ്രയാസത്തിന്റെ നിർണായക ഘട്ടത്തിൽ നീ എൻ്റെ അടുത്ത് വരും. ഇതാണ് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ. നമ്മൾ അതുവരെ കാത്തിരിക്കണോ? നമ്മൾ അതുവരെ കാത്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഓപ്ഷൻ. അപ്പൊ അങ്ങനെ വരുമ്പം 26ാമത്തെ ശ്ലോകത്തിൽ വരുന്നു, ശ്രോതാനിന്ദ്രിയാണീന്യ സംയമാഗ്നിഷു ജുഹതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷ്ഠ ജുഹതി. ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഈ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം നമ്മൾ അവഗണിച്ച് അതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4ാമത്തെ അധ്യായം അതീന്ദ്രിയജ്ഞാനം 24, 25, 26 ശ്ലോകങ്ങൾ കവർ ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്നൊക്കെ കഴിയുന്നതിന് മുമ്പിട്ട് അടുത്ത 3ാമത്തെ അധ്യായത്തിലെ ശ്ലോകത്തിന്റെ ക്വസ്റ്റ്യൻ ആരോടാണ് ഞാൻ പറഞ്ഞിരുന്നത്? ഏത് ശ്ലോകമാണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരുന്നത്? ആമി പറയൂ. ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു? Question: What are qualifications needed for starting Krishna consciousness? കൃഷ്ണാവബോധം ആരംഭിക്കുന്നതിന് എന്ത് യോഗ്യതകളാണ് ആവശ്യം? കൃഷ്ണാവബോധം ആരംഭിക്കുന്നതിന് എന്ത് യോഗ്യതകളാണ് ആവശ്യം? എന്താണ് പറഞ്ഞു? ഇംഗ്ലീഷിലാണ് ആൻസർ പറഞ്ഞത്. പറഞ്ഞു കേക്കട്ടെ. A person who is situated in Krishna consciousness and is engaged with determination in the process of chanting Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare should be considered to be in the transcendental position. Since a devotee is kind to everyone, he does not act in such a way as to put others into anxiety. At the same time, if others try to put a devotee into anxiety, he is not disturbed. It is by the grace of the Lord that he is so practiced that he is not disturbed by any outward disturbance. Okay. Therefore, a realized soul in Krishna consciousness should not disturb others in their activities, but he should act by showing how results of all work can be dedicated to the service of Krishna. Hare Krishna. ഹരേ കൃഷ്ണ. മനസ്സിലാക്കിയതിന്റെ 2 വരി മലയാളത്തിൽ പറയാൻ പറ്റുമോ? മനസ്സിലാക്കിയതിന്റെ 2 വരി മലയാളത്തിൽ പറയാം. 2 വരി തെറ്റായിക്കോട്ടെ, 2 വരി പറയുക. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ പ്രവർത്തികള് മറ്റുള്ളവരെ അറിയിക്കും. അതിന്റെ വിവർത്തനം തന്നെയാണ് അതിനർത്ഥം വരുന്നത്. സുശീം പ്രഭു പല പ്രാവശ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സുശീം പ്രഭു ചോദിച്ച ചോദ്യവുമാണത് പണ്ട് ഞങ്ങളുടെ ആദ്യഘട്ടത്തിൽ. അത് വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ, അറിവുള്ളവര് കർമ്മം ചെയ്യുന്നു വിലക്കരുത്. നീ പോയി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. കൃഷ്ണാവബോധത്തിന്റെ തുടക്കം എന്തായിരിക്കണം എന്നാ പറഞ്ഞത്? ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറയരുത്. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ക്ലാസ് ആണ്. വളരെ രസകരമായൊരു സംഭവമാണ്. തുടങ്ങിയ സമയത്ത് 40 പേരുണ്ടായിരുന്നു അവിടെ. ഇപ്പം മറ്റൊരു ഭക്തൻ എന്നെ വിളിച്ച് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തതാണ്. ഈ ഭക്തൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ 100% റൈറ്റ് ആണ്, വളരെ കറക്റ്റ് ആണ് കേട്ടോ. അവരുടെ മുന്നിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. അതേസമയം ഞങ്ങളെപ്പോലുള്ളവരുടെ മുന്നിൽ ഞങ്ങൾക്കറിയാം ഇത്തിരി ഉഴപ്പാണെന്നുള്ളത്. എന്നെ പോലെ തന്നെ എല്ലാം ഉഴപ്പുള്ളതാണ്, അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അവരും കുടുംബജീവിതം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും ബിഗിനേഴ്സാണ്. ഒരു പ്രാവശ്യം ഒരാളെ കണ്ടുമുട്ടിയപ്പം പുതിയതായിട്ട് വന്നുള്ളവരെ ഒരാൾ വളരെ പേടിയോടാണ് എന്നോട് സംസാരിച്ചത്. കാര്യം ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് വീട്ടിൽ വിസിറ്റ് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ആ ഫോട്ടോ എടുത്ത് കളയണം, ഈ ഫോട്ടോ എടുത്ത് കളയണം, ഇങ്ങനൊക്കെ പറഞ്ഞു. ഞങ്ങളാകെ കൺഫ്യൂസ്ഡിലാണ്. നോക്കണം, ഈ പറഞ്ഞ വ്യക്തി
എന്നെ പോലെ ഞാനും അദ്ദേഹവും എല്ലാം ഒരേപോലെ 100% ഫോളോ ചെയ്യാത്ത ഒരാളാണ്. എന്നിട്ട് ഞാൻ ഫോളോ ചെയ്യാത്ത പ്രൊസീജിയർ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്നലെ വന്ന ഒരാളിനോട് പറഞ്ഞു. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? സുശീം പ്രഭു? തെറ്റാണ്. ചെയ്യാത്തതൊന്നും ബാക്കിയുള്ളവർ ചെയ്യണമെന്നോ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തതേ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടും. അതെ 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 ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ അതെ, സത്യം. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് മറ്റുള്ളവരോട് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോകരുത്. പോലും ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്യണമെന്നും കൂടെ പറഞ്ഞു കളയുന്നു. അപ്പം അവർ വളരെ പ്രയാസപ്പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് 40 നിന്നത് 25 രൂപ മാറി എന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നീട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ചു പേര് നിന്നു, കുറച്ചു പേര് പോയി. ഓക്കെ, ഇത് ആ ആളിനോട് ചോദിക്കാനും പോയില്ല, ഒന്നും ചെയ്തില്ല, അതങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ അറിവില്ലാത്തവരുടെ അടുത്ത് വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. നിങ്ങൾ ഭൗതികമായിട്ട് കർമ്മങ്ങളിൽ നിന്നും വിലക്കരുത്. പിന്നെന്താ? ഭക്തിഭാവനയോടെ കൃഷ്ണ അവബോധത്തിന്റെ ക്രമേണയുള്ള പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കും. ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാക്യം പ്രഭുപാദർ കൊടുത്തിട്ടുണ്ട്. ബോയിൽഡ് മിൽക്ക്. ബോയിൽഡ് മിൽക്ക്. നമ്മൾ ബോയിൽഡ് മിൽക്കിനെ പോലെ പെരുമാറണം. ബോയിൽഡ് മിൽക്കിന്റെ എങ്ങനെയാണ് ബോയിൽഡ് മിൽക്ക്? എങ്ങനെയാണ് ബോയിൽഡ് മിൽക്ക് വരുന്നത്? വെറുതെ ഇരിക്കുന്ന ഒരു പാല്, ആ പാലിനെ നമ്മൾ തിളപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട ക്ഷമയോടെ ആ പാൽപ്പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിയല്ലേ ശുഭമാതാജി? ശരിയാണോ? പാൽപ്പായസം ഉണ്ടാക്കുന്ന ഞാൻ ഓർമ്മ വന്നതാണ്. നമ്മൾ ക്ഷമയോടെ നമ്മളെ അതിനെ ഇളക്കി കൊണ്ടുവരുമ്പം ആ പായസം ഒരു ക്രീമും ചേർക്കേണ്ട ആവശ്യമില്ല. ആദിലക്ഷ്മിയാണോ വന്നിരിക്കുന്നത് ഇവിടെ ഇടയ്ക്ക് വന്നത്? ഭാഗ്യലക്ഷ്മിയാണ്. ഇടയ്ക്ക് ആദിലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ പാൽപ്പായസത്തിന് ഉണ്ടാക്കുന്ന കഥ പറഞ്ഞതാണ്. നമ്മൾ ക്ഷമയോടെ പാലിനെ തിളപ്പിച്ച് കൊണ്ട് ഇളക്കി വരുമ്പം അതിനൊരു ബ്രൗണീഷ് കളറ് വരും. ഈ ബ്രൗണിഷ് കളറ് വരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ ഇളക്കി കഴിഞ്ഞാൽ ഒരു ക്രീമും ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ ശുഭമാതാജി? നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതേസമയം പാലിനെ നമ്മൾ മാറ്റുന്നില്ല അല്ലേ? ഇതുപോലെ ആയിരിക്കണം പുതിയൊരു ഭക്തനോട് നമ്മൾ പെരുമാറേണ്ടത്. ആ പാലിനെ എടുത്ത് കളയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കണം. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആചമനം ചെയ്യുന്നത് കാണണം. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ജപിക്കുന്നത് കാണണം. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്നത് കാണണം. അങ്ങനെ വരുമ്പം അവൻ്റെ ഉള്ളിൽ അവൻ അതിനെപ്പറ്റി അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളോടൊരു മതിപ്പുണ്ടാകും. നമ്മൾ തിരിച്ചവൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ വീട്ടിലുള്ളവരോട് പറയും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അപ്പം നമ്മൾ കൊടുക്കുമ്പം ഇത്തിരിയെങ്കിലും ശുദ്ധിയൊക്കെ വേണം എന്ന് പറഞ്ഞു കൊടുക്കും. ആ ഒരു അവബോധമാണ് ആദ്യം വരുന്നത്. ഞങ്ങൾ ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് ദാമോദരാരതിയിലൂടെയാണ്. ആദ്യത്തെ ദാമോദരാരതി വളരെ ക്ലേശകരമായിരുന്നു. ക്ലേശകരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യം. അതേസമയം രണ്ടാമത്തെ ആരതി തൊട്ട് 2ാമത്തെ വർഷം തൊട്ട് വളരെ ഈസി ആയിരുന്നു. ചെന്ന് കയറി ചെല്ലുമ്പോഴേ അവിടുത്തെ മാതാജിമാര് വന്ന് പറയും, പ്രഭു പ്രത്യേകം പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രത്യേകം പാത്രത്തിലാണ് നിവേദിച്ചിരിക്കുന്നത് കേട്ടോ, ഇങ്ങോട്ട് വന്ന് പറയും. അത്രയും മാറ്റം അവർക്കുണ്ടാകും. അപ്പം നമ്മളൊരു ബോയിലിംഗ് മിൽക്ക് പോലെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. ഇപ്പൊ കൃഷ്ണാവബോധത്തിലോട്ട് എന്തായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ വരുന്നത് പറഞ്ഞത്? കൃഷ്ണാവബോധം ആരംഭിക്കുന്നതിന് എന്ത് യോഗ്യതകളാണ് ആവശ്യം? കൃഷ്ണാവബോധം ആരംഭിക്കുന്നതിന് ആദ്യം നമുക്ക് ക്ഷമ വേണം. നമ്മൾ എക്സാമ്പിൾ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് മറ്റുള്ളവർ ഊർജ്ജസ്വലനായത്.
ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ചാൻഡിൻ ബാഗുമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം എത്ര പേര് സംശയം ചോദിക്കുന്നു, ഇതെന്താ ഇത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്? നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, എന്താ ഇതിനകത്തുള്ളത്, എന്തിനാ ഈ സഞ്ചി വെച്ചിരിക്കുന്നത്, എനിക്കും കൂടി ഒരു മാല തരണേ. നോക്കൂ, ഹരേ കൃഷ്ണരല്ല, അവർ സാധാരണഗതിയിലുള്ളൊരു ജീവിതം ആരംഭിക്കും. പക്ഷെ അവർക്കും ആ ജപിക്കാനുള്ള ഒരു ആഗ്രഹം. എത്ര പേർക്ക് ഇപ്പൊ സന്തോഷമായിട്ടുണ്ടെന്ന് അറിയാം. അവരെല്ലാം സാധാരണ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിനൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ജപിക്കുന്നവരായി കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ ചോദിച്ച് മാല വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ ജപിക്കുന്നു എന്നുള്ളതാണ്. ഈ ജപം ഭഗവാനുമായിട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പാലമാണ്. നമ്മളെല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും മറ്റുള്ളവരോട് ക്ഷമയോടെ തൻ്റെ കർമ്മങ്ങളെ നിർത്തിവെക്കാനല്ല, ആ കർമ്മങ്ങൾ ഭഗവാന് വഴിപാടായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ചോദ്യവും ഉത്തരവും എല്ലാം കഴിഞ്ഞു. ഒബ്ജക്ഷൻ യുവർ ഓണർ. സുശീം പ്രഭു പറയൂ കാര്യങ്ങൾ. ഈ ശ്ലോകങ്ങളില് ജയപ്രകാശ് പ്രഭു എന്തോ പറഞ്ഞു? ഭഗവത്ഗീത ചൊല്ലാനുണ്ട്. ഉണ്ട് അതെ, ഭഗവത്ഗീത കൂടെ ചൊല്ലിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഞാൻ പുതിയതായിട്ട് എടുത്ത് ചോദിക്കുന്നത് ആദിലക്ഷ്മിയോടും ഭാഗ്യലക്ഷ്മിയോടും ചോദിക്കുന്നു പറഞ്ഞാൽ പുസ്തകം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ബോറടിച്ചോ? ഇല്ല. 9:30 അവിടെ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കം വരുന്നില്ല. അപ്പൊ നമുക്ക് ഭഗവത്ഗീത ഒന്ന് വായിക്കാം. എത്രാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കാനിരുന്നത്? ഇന്ന് വായിക്കാമെന്ന് പറഞ്ഞത് നന്നു അല്ലേ? ഏതാ അധ്യായം? സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ അല്ലേ? അല്ല, സെക്കൻഡ് ചാപ്റ്റർ. അത് വലിയതായോണ്ട് പകുതിയാക്കാൻ പറഞ്ഞു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവദ്ധ്യായം ഏത് ശ്ലോകം മുതലാ? 1-ാമത്തെ ശ്ലോകം മുതൽ 30 വരെ വായിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ വായിച്ചില്ല. സെക്കൻഡ് ചാപ്റ്റർ ആദ്യത്തെ ശ്ലോകങ്ങൾ ഇല്ല, വായിച്ചില്ല അല്ലേ? ഇല്ല. ഓക്കെ, ശരി, വായിച്ചോളൂ. സഞ്ജയ ഉവാച കൃപയാവിഷ്ടം അസ്തു പൂർണ്ണപുരീക്ഷണം പ്രസിദന്തം ഇദം വാക്യം ഉവാച മധുസൂദന. ശ്രീഭഗവാനുവാച കുതാസ്ത്വാക്ഷമലം ഇദം വിസമേ സമുപസ്ഥിതം അനാര്യാച്യസ്തം അസ്വർഗ്യം അകൃതീകരമർജുന. ക്ലൈബ്യം മാസ്മകമാപാർത്ത നൈദ്യത്വൈ ഉപപ്തേയത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷു പ്രതിയോച്യാമി കുജർഹ അരിസൂദന. കുരുൻ അഹാത്വ ഹി മഹനോ ഭവൻ ശ്രേയോ ഭോക്ത്യം ഭൈക്ഷ്യം അപിഹാലോകേ ഹത്വർത്ത കമാംസ്തു കുരുൻ ഇഹൈവ ഭൂഞ്ജിയാ ഭോഗൻ രുതിരാ പ്രതിഗ്ധൻ. ന ചൈതദ്വിദമാ കതരന്നോ ഗരീയോ യദ്വാ ജയമേ യദി പരാജയോ യനേവ ഹത്വാ ന ജിജ്വിഷാമാസ് ദേവസ്ഥിതാ പ്രമുഖേ ധർതരാഷ്ട്ര. कार्पण्य दोष उपहते स्वभाव पृच्छामि त्वं धर्म सम्मूढचेता यस्य निश्चितं ब्रूहि तन्मे शिष्यस्ते सद्य मां त्वं प्रपन्नम्. नहि प्रपश्यामि मम पनुद्यत् यश्चोकम् उजसानम् इन्द्रियाणाम् अवाप्यापुम असपत्नमृतं राज्यं सुरणम् अभिचदपत्यम्. संजय एवं उक्त्वा ऋषिकेशं हुदाकेशा परन्तपा न योत्स्य इति गोविन्दम् उक्त्वा तुष्णीं बभुवः. तम् उवाच ऋषिकेश प्रहसन् इव भारत सेनयोरुभयोर्मध्ये विसिदन्तम् इदं वच. श्रीभगवानुवाच असोचन् अवसोचस्त्वं प्रश्नवद्मश्च भाससे गदासुन् अगदासुन् च ननुशोचन्ति पण्डिता. न त्वम् एवं जातुनाशां न त्वं नेव जनाति वा न चैव न भविष्यामः सर्ववयम् अतः परम्.
देहिनो अस्मिन् यथा देहा कौमारं यौवनं जरा तथा देहान्तरा प्राप्तिर्धीरस्तत्र न मुह्यते मात्रस्परस्तु कौन्तेय सिद्धोष्ण सुखदुःखदा अगमापायिनो नित्यस्तं स्थितिक्षा स भारत यं हि न व्यतीयन्ति एते पुरुषां पुरुषर्षदा समादुःखा सुखं वीरं सुमृत्वा त्वया कल्पते नासतो विद्यते भावो न भावो विद्यते सता उभयोरपि दृष्टोऽनयस्त्वत्तदर्शिभिः अविनाशी तु तद्विधि येन सर्व इदं ततं विनाशम् अव्ययस्यास्य न कश्चित् कर्तुमर्हति अन्तवन्ता इमे देहं नित्यस्योक्ता शरीरिणः अनसीनो परिमेयस्य तस्मद्युध्यस्व भारत य एनं वेत्ति हन्तरं यश्चैनं मन्यते हतम् उभौ तौ न विजनितो नयं हन्ति न हन्यते न जयाति म्रियाति न कदाचिन्नयं भूत्वा भविता वना भूयः अजो नित्यशश्वतोऽयं पुराणो न हन्यते हन्यमानशरीरे वेदा विनाशिनं नित्यं येनेऽम् अजम् अव्ययं कथं श पुरुषा पार्थ कं गदयति हन्तिकम् असांसि जीर्णानि यदा विहाय नवानि गृह्णाति नरोपराणि तदा शरीराणि विहाय जीर्णानि अन्यानि संयाति नवानि देहि नैनं चिन्तादि शस्त्राणि नैनं दहाति पवाकः न चैनं क्लेदयन्ति अपो न शोष्यते मारुता अच्छेद्योऽयम् अदायोऽयम् अक्लेद्योऽयं शोष्य एव च नित्या सर्वगता स्थाणुरचलोऽयं सनातनः अव्यक्त्योऽयम् अचिन्त्योऽयम् अविकार्योऽयम् उच्यते तस्मात् एवं विदित्वैनं ननु शोचितुमर्हसि अद चैनं नित्यजतं नित्यं वा मन्यसे मृतं तथापि त्वं महाबाहो नैनं शोचितुमर्हसि जदास्य हि ध्रुवो मृत्यु ध्रुवं जन्म मृत्यास्य च तस्मात् अपरिहर्य हृत् न त्वं शोचितुमर्हसि अव्यक्तादीनि भूतानि व्यक्तमद्य भारत अव्यक्तनिधनानि एव तत्र का परिदेवना आश्चर्यवत् पश्यति कश्चित् एनम् आश्चर्यवत् वदति तदेव चन्या आश्चर्यवश्येन मन्ये शृणोति श्रुत्वापि एनं वेदना चैव कश्चित् देहि नित्यम् अवध्योऽयं देह सर्वस्य भारत तस्मात् सर्वाणि भूतानि न त्वं शोचितुमर्हसि हरे कृष्ण ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സ്ഫുടതയോടെ ചൊല്ലി, വളരെ സ്ഫുടതയോടെ. ഹരേ കൃഷ്ണ, താങ്ക് യു. അടുത്ത ബാക്കി ഹാഫ് പാർട്ട് ആരാ ചെയ്യുന്നത് അടുത്ത ആഴ്ച? ഹാഫ് പാർട്ട് ആർക്ക് ചെയ്യാം? ഓക്കെ, അവന്നെ ചെയ്യാം. ഓക്കെ, ആലോചിച്ച് വെക്കുക. ഇനി നമുക്കൊരു കീർത്തനം ചെയ്യാം. ഭാഗ്യലക്ഷ്മി റെഡിയാണോ? ഭാഗ്യലക്ഷ്മി ഭഗവാൻ കൃഷ്ണന്റെ ഭയങ്കര ഭക്തിയാന്നാ പറയുന്നത്. കൃഷ്ണനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. ഹരേ കൃഷ്ണ. ഓക്കെ, ചൊല്ലിക്കോളൂ ഒരു പാട്ട്. ഭാഗ്യലക്ഷ്മിയാണോ അമ്മയാണോ അറിയില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. എന്നാ ചെന്ന് പാടിക്കോളൂ. മാടുമീക്കും കണ്ണേ നീ പോക വേണ്ടാം സുന്നേ, മാടുമീക്കും കണ്ണേ നീ പോക വേണ്ടാം സുന്നേ, കാഴ്ചിന പാല് തര കൽകണ്ട ചീനി തര, കാഴ്ചിന പാല് തര കൽകണ്ട ചീനി തര,
உல்லாசமாய் மாடு மேத்தவரனுண்டியில் திரும்பிடுவேன். உல்லாசமாய் மாடு மேத்தவரனுண்டியில் திரும்பிடுவேன். போக வேணும் தாயே கடை சொல்லாதே நீ. ഗോവർദ്ധനഗിരിയിൽ ഘോര നരമൃഗങ്ങളുണ്ട്. ഗോവർദ്ധനഗിരിയിൽ ഘോര നരമൃഗങ്ങളുണ്ട്. സിംഗം പുലി കരടി വന്നാൽ കലങ്കിടുവാൻ കൺമണി. സിംഗം പുലി കരടി വന്നാൽ കലങ്കിടുവാൻ കൺമണി. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം சொன்னே. എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഹരേ കൃഷ്ണ. എന്തായാലും വളരെ സന്തോഷമായി. എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്. കൊള്ളാം. കുട്ടികളൊക്കെ നമ്മുടെ കഴിഞ്ഞായിരുന്നോ? പാടി കഴിഞ്ഞായിരുന്നോ? കേൾക്കുന്നില്ല. കഴിഞ്ഞു സർ. ഓക്കെ, വെരി ഗുഡ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം പിന്നെ അടുത്ത ആഴ്ച ശ്ലോകത്തിന്റെ ബാക്കി ആ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാ? നന്നു ചേച്ചി ഫ്രീ ആണോ അടുത്ത ആഴ്ച? അറിയത്തില്ല. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ചേച്ചി തന്നെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി നമ്മൾ അങ്ങോട്ട് അപ്പൊ അടുത്ത ആഴ്ചത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നോക്കട്ടെ, അടുത്ത ആഴ്ചത്തെ ക്വസ്റ്റ്യൻ റെഡി വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനോട് കൂടി ഞാൻ നിർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ചോദ്യം. 2-3 ക്വസ്റ്റ്യൻ ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ലിസ്റ്റ് ദ 3 സിറ്റിംഗ് പ്ലേസ് ഓഫ് ലെസ്റ്റ്. കേട്ടായിരുന്നോ ചോദ്യം? കാമത്തിന്റെ അല്ലെങ്കിൽ ആസക്തിയുടെ 3 ഇരിപ്പിടങ്ങൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ അധ്യായത്തിന്റെ കുളു തരാം. 40-ാമത്തെ ശ്ലോകമാണ്. കാമത്തിന്റെ 3 ഇരിപ്പിടങ്ങൾ ഏതൊക്കെയാണ്? ലിസ്റ്റ് ദ 3 സിറ്റിംഗ് പ്ലേസ് ഓഫ് ഗ്രീഡ് അല്ലെങ്കിൽ ലെസ്റ്റ്. കാമത്തിന്റെ 3 ഇരിപ്പിടങ്ങൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകം. ക്വസ്റ്റ്യന്റെ ആൻസർ പറയുന്ന ആരാന്നുള്ളതാണ് നോക്കേണ്ടതല്ലേ. ഇതുവരെ ആർക്കൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ആർക്കൊക്കെ കിട്ടി? ആമിക്ക് കിട്ടി, നന്നുവിന് കിട്ടി, ജയപ്രകാശ് പ്രഭുവിന് കിട്ടി, വിപിൻ പ്രഭുവിന് കിട്ടി, വിസ്മയ്ക്ക് കിട്ടിയായിരുന്നോ? അപ്പൊ വിസ്മയ എടുത്തോളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻ വിസ്മയ എടുത്തോളൂ. ഓക്കെ കേട്ടോ. വിപിൻ പ്രഭുവിനെ വിടുന്നില്ല. വിപിൻ പ്രഭുവിനെ കിട്ടിയെന്ന് വിടുന്നില്ല. ഓക്കെ, ലിസ്റ്റ് ദ 3 സിറ്റിംഗ് പ്ലേസ് ഓഫ് ലെസ്റ്റ്. ഓക്കെ, കാമത്തിന്റെ 3 ഇരിപ്പിടങ്ങൾ. ശ്ലോകം നമ്പർ 40. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. എന്തായാലും ഇന്ന് വളരെ നന്നായിട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. കുട്ടികളെല്ലാം നല്ല ഉഷാറായിരുന്നു. രാത്രി നാട്ടിൽ 9:30 ആയിട്ടും ഇരുന്നല്ലോ, 9:45 ഇരുന്നല്ലോ. വളരെ സന്തോഷം. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ടായിരിക്കുന്ന പറയുന്നത്. ഇതൊക്കെ ഒരു നിയോഗമാണ്. ഭഗവാനെ വിളിക്കുന്നതും ഭഗവാന്റെ നാമം ചെല്ലാൻ കഴിയുന്നു. സുശീം പ്രഭു പറഞ്ഞോളൂ. പ്രഭു 1-2 കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞോളൂ. പ്രഭു അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളതുകൊണ്ടല്ല. ഇതിനകത്ത് കുറച്ചൊരു എനിക്ക് തന്നെ കുറച്ച് മനസ്സിലായില്ല. ഈ എക്സ്പ്ലനേഷൻസ് ഈ അദ്വൈതമാണ്, അദ്വൈതവും ദ്വൈതവും കൂടെ പറയുന്നെന്ന് തോന്നുന്നു. നമ്മളുടെ ഈ 24 എന്ന ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷൻസ് തന്നെ 24 ബ്രഹ്മജ്യോതിഷ്, അതിനകത്ത് അദ്വൈതത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ടതായിട്ട് ഞാൻ തോന്നുന്നു. എല്ലാം ഒന്നാണ്, ഒന്ന് പറയുന്നുണ്ട് ഇതിനടുത്ത് പലതരത്തിൽ. അത് അദ്വൈതത്തെ ഉദ്ദേശിച്ചായിരിക്കും.
രണ്ടാണ് എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിൽ രണ്ടാണ് വ്യക്തിത്വ നിഷ്ഠ. അർജുനന്റെ കാര്യം പറയുന്നത് ദ്വൈതമാണ്. ഇതിനകത്ത് അദ്വൈതത്തെ കുറിച്ചാണ്. അതായത് ഇപ്പം എല്ലാം ഒന്നാണ്, ഈശ്വരനും നമ്മളും എല്ലാം ഒന്നാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത് കാണുന്നത്. ഒന്നാണ്, അതെ, ഒന്നാണ്, നമ്മളെല്ലാം അല്ല എന്നുള്ളതാണ്. ഒന്നാണ്, നമ്മൾ അതിൽ ലയിക്കുന്നു. നമ്മൾ അതിൽ ലയിക്കുന്നത് വിഭിന്ന അംശമാണ്. പിന്നെ അംശമാണ്, അംശം തന്നെയാണ്. അംശം സോഴ്സിൽ ലയിക്കുന്നു. സോഴ്സിൽ, അതെ, അദ്വൈതം. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ആക്ച്വലി ശുകദേവ ഗോസ്വാമി പിറന്നു വരുന്നത്. ഈ അർത്ഥം അങ്ങനെ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ഈ അദ്വൈതമായിട്ട് പോവാണ്. അവിടെ വ്യാസമഹർഷിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് ശുകദേവ ഗോസ്വാമി തിരിച്ചു വരുന്നത്. ഒരു ശ്ലോകം ഞാൻ ഓർമ്മിച്ചിട്ട് പറയാം. അങ്ങനെ ഹരേ കൃഷ്ണ സിമ്മി, ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഇത് നല്ല ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ ആ ശ്ലോകം പറയാം അടുത്ത ആഴ്ച. അങ്ങനെ വ്യാസമഹർഷി ആ ശ്ലോകം ചെല്ലുന്നത് കേട്ടിട്ട്, ആ കഥ കേട്ടിട്ട് ശുകദേവ ഗോസ്വാമി തിരിച്ചു വന്നിട്ട് വ്യാസമഹർഷിയുടെ ശിഷ്യനാവുകയാണ്. ദ്വൈതം ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പം ദ്വൈതം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ ഇത് രണ്ടും രണ്ടാണെന്നും രണ്ടിനും എനർജി ആണെന്നും അത് ഇൻഡിപെൻഡന്റ് നിലനിൽപ്പെടാം. അതാണ് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് തോന്നുന്നവരാണല്ലോ ഈ ദ്വൈതമായിട്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് അവ്യക്തിഗതവാദികളായ മറ്റുള്ളവരാകട്ടെ സ്വന്തം വ്യക്തിഭാവത്തെ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്ന യജ്ഞമാണ് അനുഷ്ഠിക്കുന്നത്. സർവേശ്വരൻ നിയോഗിച്ച ശക്തരായ ജീവസത്തകളാണ് ദേവന്മാർ. ഈ പ്രപഞ്ചത്തിന് ചൂട്, വെളിച്ചം, വെള്ളം മുതലായവ വിതരണം ചെയ്ത് പരിപാലിക്കുന്നതാണ് അവരുടെ കർത്തവ്യം. അതിന് തൊട്ട് മുമ്പായിട്ട് വിഷ്ണു ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളതാണ് യജ്ഞങ്ങളെല്ലാം. പലവിധ യജ്ഞങ്ങളെ മുഖ്യമായി 2 വിഭാഗങ്ങളാക്കാം: ഭൗതിക സമ്പന്നത്തിനായും യജ്ഞവും. ഇവിടെ പറഞ്ഞത് അവ്യക്തഗതവാദികളായ, അപ്പം ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരെല്ലാം വീണ്ടും ആ ബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അവർ ചെയ്യുന്ന യജ്ഞം. അതേസമയം യജ്ഞ പുരുഷൻ ആരാണെന്നുള്ളത് ഒരു പടി കൂടി പഠിച്ചു വരുമ്പം ഇത് വിഷ്ണുവിനാണ് സമർപ്പിക്കേണ്ടതെന്ന് പഠിച്ചു വരും. അതേസമയം അറിവില്ലാത്ത അവ്യക്തഗതവാദികൾ ഇതെല്ലാം ബ്രഹ്മത്തിനാണ്, അവിടെ അവ്യക്തതയാണ്, ആ അവ്യക്തതയിലോട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ലയിച്ചു ചേരുന്നത് എന്നുള്ള അറിവും വരെ മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. അവിടെ അല്ല, അവര് പറയുന്നത് മായയാണ് നമ്മളെ രണ്ടായിട്ട് തോന്നിക്കുന്നത് എന്നാണ്. മായ കൊണ്ടാണ് നമുക്ക് ഇത് രണ്ടായിട്ട് തോന്നുന്നത്, പക്ഷെ എല്ലാം ഒന്നാണ്. അതെ അതെ, അത് പറഞ്ഞ മായയാണ് അതിന്റെ റീസൺ. അതെ, ഞാനത് നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലതായിട്ട് തോന്നുന്നത്, എല്ലാം ഒന്നാണ്. ഹരേ കൃഷ്ണ. അതിന്റെ കണക്റ്റഡായിട്ട് ഞാൻ ആ ശ്ലോകം ഇപ്പം പ്രഭു പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്. ശ്രീമദ് മഹാഭാഗവത്തില് 11ാമത്തെ സ്കന്ധത്തിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, 1ാമത്തെ സ്കന്ധത്തിൽ തന്നെ മായാജവനികാച്ഛന്നം അജ്ഞം അദോഷജം അവ്യയം ലക്ഷ്യേസേ മൂർധരീശം നടോ നാട്യധരോ യതഃ. ഇതിന്റെ മലയാളം ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. ബീയിങ് ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ലിമിറ്റഡ് സെൻസ് പെർസെപ്ഷൻ, ദി എറ്റേണൽ ഇറപ്രോച്ചബിൾ ഫാക്ടർ കവേർഡ് ബൈ ദ കർട്ടൻ ഓഫ് deluding energy, you are invisible to the foolish observer, exactly like the artist dressed as a player is not. സുശീം പ്രഭുവിന്റെ കയ്യിൽ മലയാളം ഇരിപ്പുണ്ടല്ലോ, ഒന്ന് എടുത്തേ. 8ാമത്തെ അധ്യായം 19ാമത്തെ ശ്ലോകം. അത് എളുപ്പമല്ല പ്രഭു. 8ാമത്തെ അധ്യായം ഇവിടെ വെളിയിലില്ല, അത് സ്റ്റോറിലാണ്. അല്ല, പ്രഥമ സ്കന്ധം ഫസ്റ്റ് കാണ്ടോ? പ്രഥമ സ്കന്ധം. പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം തിരിച്ചു വെച്ചു. ഒന്നാമത് എന്തൊക്കെ വായിച്ചിട്ട് കാലം കുറെ ഇവിടെ ഇല്ല. ഇവിടെ 12ാമത്തെ അധ്യായം 8ാമത്തെ സ്കന്ധത്തിൽ ഇരിപ്പുണ്ട്. പിന്നെ ജയപ്രകാശ് പ്രഭുവിന്റെ അടുത്ത് ഇരിപ്പുണ്ടോ ഭാഗവതം? ഞാൻ അടുത്ത ആഴ്ച എടുത്തു വെക്കാം, നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം. ഓക്കെ, എടുത്തു വെച്ചോളൂ. മായാ യവനിക പണിയുണ്ട് എടുക്കാൻ. ഇതിനകത്ത് കുറിച്ച് വെച്ചേരെ. ഓക്കെ, ഏതാണ് പറഞ്ഞ പ്രഭു? 1-ലെ 8ാമത്തെ അധ്യായം 19ാമത്തെ ശ്ലോകം. ഇതിനെ കുറിച്ച് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ,
ഇതിനകത്ത് അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ ബലവും നിവേദിക്കുന്നതും എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മൻ എന്തെന്ന് പറയുന്നുണ്ട്. അതെല്ലാം അദ്വൈതക്കാർ പറയുന്ന അതേ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഈ ശ്ലോകം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ശ്ലോകങ്ങൾ വെച്ചായിരിക്കും അദ്വൈതം പറയുന്നത്. അതിന് സാധ്യതയുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് പല ശ്ലോകങ്ങളും പറയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദ്വൈതത്തിന് വേണ്ടിയുള്ള ശ്ലോകങ്ങളും ഉണ്ട്. 2ാമത്തെ അധ്യായത്തിൽ 14 തോന്നുന്നു, 2ഉം 2 നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എനർജി അങ്ങനെയാണ് വരാനുള്ളൊരു സാധ്യത. അതുകൊണ്ടാണ് അങ്ങനെ ഒരു, കാരണം നമ്മളൊരു പെർമനന്റ് എനർജി ആണെന്നും സുപ്രീം ഒരു പെർമനന്റ് വേറെ എനർജി ആണെന്നും വരുന്നില്ല. ഞാനും നീയും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ലെന്നും ഒരിക്കലും ഇല്ലാതാവുകയില്ലെന്നും പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ലയിക്കുന്നില്ല. പക്ഷേ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതെ, നീ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. നിനക്ക് ടെമ്പററി ആയിട്ട് ഒരു ബോഡി തന്നിരിക്കുന്നു. ആക്ച്വലി നമ്മളാണ് പിന്നെ രൂപമില്ലാത്തവര്. നമുക്ക് രൂപത്തിനെ പറ്റി ഓണർഷിപ്പ് ഒന്നുമില്ല. ഒരു 70 വർഷം ഈ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യ ആയുസ് 100 വർഷമൊന്നുമില്ല. എടുത്തു നോക്കിയാൽ ചരമകോളം വായിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആവറേജ് നോക്കാറുണ്ട് പലപ്പോഴും. 70 വയസ്സേ ഉള്ളൂ കേട്ടോ. ആവറേജ് വയസ്സ് 70 വയസ്സാണ്. മമ്മൂട്ടിയുടെ പ്രായമാണ് ആവറേജ്. അതെ, 70 വയസ്സ്. അപ്പം ഈ 70 വയസ്സ് വരെ ഒരു ജീവാത്മാവിന് ടെമ്പററി ആയിട്ട് ഒരു ബോഡി തന്നിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ബോഡി തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ള കാര്യം. അപ്പൊ ഞാൻ കലക്കൂട്ടി ഇനി എത്ര വർഷം കൂടാണ്. ഞാൻ നടന്നു വന്നപ്പോ നോക്കിയാണ് ഒരു 21 വർഷം കൂടെ ആവുമ്പം നമ്മുടെ ആയുസ് കഴിഞ്ഞു. അടുത്ത ശരീരത്തോട്ട് പോവുകയാണ്. ഇന്ന് നമ്മള് അങ്ങോട്ടിങ്ങോട്ടൊക്കെ എന്നാലും നമുക്കൊരു കാൽക്കുലേഷൻ ആവറേജ് മാത്രമാണ്. ചിലര് 91 വരെ ജീവിക്കുന്നുണ്ടാണ് 71 ആയത്. പ്ലസ് മൈനസ് വരണമല്ലോ. നമ്മളെ കാര്യമല്ല പറയുന്നത്. അപ്പം നമുക്കാണ് രൂപമില്ലാത്തത്. ഏതോ ഒരു ടെമ്പററി. വേറൊരു കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കൊരു രൂപം ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു രൂപമുള്ള ശരീരം ഉള്ളത്. നമ്മളെ സോഫ്റ്റ് ശരീരം, സൂക്ഷ്മ ശരീരം. ഭാഗ്യലക്ഷ്മി, ഹരേ കൃഷ്ണ. സന്തോഷം, നല്ലത് വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, താങ്ക് യു. നമുക്ക് നമ്മളെ സൂക്ഷ്മ ശരീരത്തിന് ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ശരീരം ഉള്ളത്. കാരണം ഇതൊരു ഉടുപ്പാണല്ലോ. അതെ, അത് സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഉടുപ്പാണല്ലോ ശരീരം. നമുക്ക് സൂക്ഷ്മ ശരീരത്തിന് ഷേപ്പ് ഉണ്ട്. അതാണ് കഴിഞ്ഞ ഈ ഭാഗവത്തിലെ ശ്ലോകം പറഞ്ഞു തരുന്നത്. ഒന്ന് എടുത്തു വെച്ചേരെ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ കാണിക്കുന്നുണ്ടല്ലോ. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ സോളല്ല. അതെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ അതേ ശരീരം പോലെ തന്നെ ഇരിക്കും സൂക്ഷ്മ ശരീരം. അതെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിന്റെ സെൻട്രൽ പോയിന്റ് ആണ് സോൾ. അതെ അതെ അതെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പറഞ്ഞോളൂ ബ്രോ. സൂക്ഷ്മ ശരീരം നമുക്കുണ്ട്. നമ്മളുടെ ഒരു രൂപമുണ്ട്. രൂപമുണ്ട്. നമുക്ക് രൂപമുണ്ട്. അതുകൊണ്ടാണ് ഈ ശരീരം ഉള്ളത്. അതെ, ഉടുപ്പ് തയ്ക്കുന്നത് നമുക്ക് ശരീരത്തിന്റെ രൂപത്തിലാണല്ലോ ഉടുപ്പ് തയ്ക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഞാൻ പറഞ്ഞു വന്നത് ശാശ്വതമായ ഒരു രൂപം നമുക്കില്ല. നമുക്ക് ശാശ്വതമല്ല, അതൊരു ടെമ്പററി. അതാണ് ഞാൻ പറഞ്ഞത്. രൂപമുണ്ട് നമുക്ക്. അതെ, വേറൊരു രൂപത്തിലോട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ മൃഗങ്ങളുടെ ഷേപ്പാവും. മാറായിരിക്കും. എപ്പോഴും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് ഒരു ഷേപ്പ് ഉണ്ട്. അതെ, ഈ ജീവജാലങ്ങൾക്കെല്ലാം ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ശരീരം വരുന്നത്. ജീവജാലങ്ങൾക്കെല്ലാം ഷേപ്പ് ഉണ്ട്. അതില് ദുർലഭമായ മനുഷ്യന്റെ ഒരു ഷേപ്പ് നമുക്ക് തന്നു. രക്ഷപ്പെടാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യന്റെ രൂപത്തിലോട്ട് നമ്മുടെ ആത്മാവിനെ നിർത്തി. മനുഷ്യന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള ആ ബോഡി, ആ ഉടുപ്പ് നമുക്ക് തന്നു. ആ ഉടുപ്പ് നമുക്ക് തരുമ്പം ആ ഉടുപ്പിനനുസരിച്ചിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കാണിക്കണം. ഇപ്പൊ ഇന്നലെ എന്തായാലും PM എടുത്ത് നല്ലൊരു തീരുമാനമാണ്. അവിടെ ജൂനിയർ സീനിയർ എന്നുള്ളതില്ല. ചെയ്യുന്ന കുറ്റം അത് കുറ്റകൃത്യം തന്നെയാണ്. അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം എന്നുള്ളത്. ഏതാണ്? പീഡനത്തെ പറ്റി പറഞ്ഞ, ടോർച്ചറിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. ഇന്ന് ജസ്റ്റ് കേട്ടൊരു ന്യൂസാണ്. അപ്പം ആ ഒരു സ്വഭാവ ഗുണത്തിൽ വരണം എന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ്റെതായ നിയതമായ സ്വഭാവ ഗുണം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭഗവാനുമായിട്ടുള്ള, കൃഷ്ണനുമായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം.
ആത്മീയ തലത്തിലുള്ള ജീവിതം, ആത്മീയ തലത്തിലുള്ള ജീവിതമാണ് ഹരേ കൃഷ്ണ മുന്നോട്ട് വയ്ക്കുന്നത്. അതെ അതെ അതെ. ദിവസവും 16 റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദിവസവും എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതമായി മാറും. ബോയിൽഡ് മിൽക്ക് അത് ബോയിൽഡ് മിൽക്ക്. ഹരേ കൃഷ്ണ. നമ്മളെ എല്ലാ ഗ്രന്ഥങ്ങളും സജസ്റ്റ് ചെയ്യുന്നു. അതെ അതെ ഹരേ കൃഷ്ണ. അപ്പം ദ്വൈതമായാലും അതെ അതെ അതെ. ജയപ്രകാശ് പ്രഭു. എല്ലാരും പ്രസാദം റെഡിയാക്കാൻ മാതാജിമാരെല്ലാം കിച്ചണിലോട്ട് പോയി. പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. കടിച്ചാ പൊട്ടാത്ത വിഷയ പ്രഭു. ഹരേ കൃഷ്ണ. മനസ്സിലാക്കണ പ്രഭുവിന് തന്നെ സംശയം. അപ്പൊ പിന്നെ പറയണ്ടോ? നമുക്കൊക്കെ പുക മറയാ, മൊത്തത്തില് പുക മൂടിയിരിക്കുന്നു. ഇതിനകത്ത് സംശയങ്ങളായിട്ട് ഒന്നുമില്ല. പിന്നെ ഇതിന് 2-ാമത്തെ അധ്യായത്തിൽ പല നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ശ്ലോകത്തിൽ പറഞ്ഞത് അവ്യക്തഗതവാദികളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അവരും സുശീം പ്രഭു പറഞ്ഞതിന്റെ കൂട്ട് ഭഗവാനെ പറ്റിയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. അദ്വൈത സിദ്ധാന്തമാണെങ്കിലും ഭഗവാനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ബ്രഹ്മവാദികളെ സംബന്ധിച്ചിടത്തോളം അദ്വൈതവാദമാണ്. ഭഗവാൻ പറയുന്നത് അവരും ബ്രഹ്മത്തെ അർപ്പിക്കുന്നു, പക്ഷെ ബ്രഹ്മം എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. അത്രയേ ഉള്ളൂ. ഇനി സമയമെടുക്കും. പക്ഷെ കൃത്യമായിട്ട് പിന്നീട് വായിച്ചു വരുമ്പോൾ പറയും ദ്വൈത സിദ്ധാന്തം തന്നെയാണ് വലുത് എന്നുള്ളത്. കാര്യം ഈ ബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അറിവ് കുറഞ്ഞവരുടെ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ അണ്ടർനേഷനായിട്ട് പറയുന്നുണ്ട്, അറിവ് കുറഞ്ഞവരുടെ വിശ്വാസമാണ്. കാര്യം ബ്രഹ്മത്തിൽ ലയിക്കുകയല്ല വേണ്ടത്, സൂര്യ ജ്യോതിസിൽ ലയിക്കുകയല്ല. സൂര്യപ്രകാശം ഏക്കുന്നു എന്ന് പറഞ്ഞിട്ട് സൂര്യന് തുല്യമല്ല കല്ല് സൂര്യനിൽ പോയി ലയിക്കുന്നില്ല. വ്യത്യാസമുണ്ട്. സൂര്യപ്രകാശം കല്ല് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ആ കല്ല് സൂര്യനാകണം എന്ന് പറയുന്നില്ല, ഈ കല്ല് സൂര്യനിൽ പോയി ലയിക്കണമെന്നും പറയുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞതിലോട്ട് നമ്മളും ഭഗവാനും നിത്യദാസനാണ് എന്നുള്ള ആ വ്യക്തമായ ധാരണയിലാണ് എത്തേണ്ടത്. ചൈതന്യ ചരിതാമൃതം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു നിർത്തുന്ന എവിടെയാണ്? നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്, അല്ലാതെ ഭഗവാനിൽ നമ്മൾ ലയിക്കുന്നില്ല. അദ്വൈതമല്ല, ദ്വൈതമാണ്. അതേസമയം അദ്വൈതവുമാണ്. എന്താണ് അദ്വൈതം എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല, സമയവാംശം. നമ്മൾ ഭഗവാനും ഒരേപോലെ തന്നെയാണ്, പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ അദ്വൈതവുമാണ് ഒരേ സമയം അദ്വൈതവും അതേസമയം ദ്വൈതവുമാണ്. അതായത് നമ്മള് ഭഗവാൻ അല്ല എന്ന ധാരണ. മറ്റുള്ള അദ്വൈതവാദികൾ എന്താ പറയുന്നത്? ഞാനും ഭഗവാനാണ്, നിങ്ങളും ഭഗവാനാണ്. ഇതിനെയാണ് എതിർക്കുന്നത്. ക്വാളിറ്റിയിൽ ഒന്നും ക്വാണ്ടിറ്റിയിൽ രണ്ടും. അതാ ഇതിനെയാണ് എതിർക്കുന്നത്. നമ്മൾ ക്വാളിറ്റിയിൽ ഒന്നാണ്, നമ്മളും ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ അന്തർലീനമായി ഉണ്ട്. പക്ഷെ അത്രയും റേറ്റിംഗ് നമുക്കില്ല. ക്വാണ്ടിറ്റി ഭഗവാന് കൂടുതലും നമുക്ക് കുറവാണ്. അപ്പം അവിടെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഭഗവാനും ഒരിക്കലും ഒന്നല്ല. അതേസമയം നമ്മൾ ഭഗവാന്റെ അംശമാണ്. അതായത് ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഇതാണ് വ്യത്യാസം. ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല, നമുക്കൊരു സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. നമ്മുടെ കഴുത്തെ കെട്ടിയിരിക്കുന്ന കയറിന്റെ നീളം അനുസരിച്ചിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യം. ആ കയറിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പറഞ്ഞു സുപ്രീം കോൺഷ്യസ്നെസ്സും യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സും ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും രണ്ടും പക്ഷേ കോൺഷ്യസ്നെസ് തന്നെയാണ്. അതെ, സുപ്രീം യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിന് അപ്പം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഞാനാണ് സത്യം. ഇപ്പം അറ്റ് പ്രസന്റ് പറയുന്ന അദ്വൈതവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. ഇത് പക്ഷെ അതൊരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. ബുദ്ധമതമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബുദ്ധമതത്തിൽ നിന്നാണ് ശങ്കരാചാര്യർ അദ്വൈതം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വിശിഷ്ടാദ്വൈതം വരുന്നത്. രാമാനുചാര്യരും കഴിഞ്ഞിട്ടാണ് ദ്വൈതം വരുന്നത്, മധ്വാചാര്യർ. ആ മധ്വാചാര്യരാണ് ഏറ്റവും അവസാനം. അതൊരു ഇവല്യൂഷൻ ഓഫ് നോളജ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ സംശയം വരാൻ പാടില്ല.
അല്ല നമ്മളാ മധ്വാചാര്യരുടെ മധ്യഗൗഡീയ സമ്പ്രദായത്തിന്റെ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ക്ലിയർ ആയിട്ട് അതേസമയം മറ്റുള്ളവർ പറഞ്ഞതിൽ തെറ്റില്ലെങ്കിലും അവരെ നമുക്ക് പിന്നെ ജസ്റ്റിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ ഒരു തിരുത്തലിനാണ് പ്രഭുപാദരോട് എത്തിയത്. ആ തിരുത്തലിനാണ് പ്രഭുപാദര് ഭഗവത്ഗീത യഥാരൂപം എഴുതിയത്. ആ തിരുത്തലിന് വേണ്ടിയിട്ടാണ്, റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദര് യഥാരൂപം എഴുതിയത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് യഥാരൂപം എന്ന് തന്നെ കൊടുത്തത്. കാര്യം ഇപ്പൊ സൗത്തില് കൂടുതലും അദ്വൈതമാണ് ഇന്ന് ക്ഷേത്രാരാധന മൊത്തവും അദ്വൈതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ ഒരു പൂജാരിയെ അദ്വൈതത്തിന്റെ അതെ നമ്മൾ ആചാര്യന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം. അതെ, നമ്മൾ വീട്ടിലൊരു പൂജാരിയെ വിളിച്ചു നോക്കും. നാരായണഗുരു ഉൾപ്പെടെ അദ്വൈതമാണ്, ശങ്കരാചാര്യര് അദ്വൈതമാണ്, നാരായണഗുരു അദ്വൈതമാണ്. സൗത്തില് പിന്നെ വന്നതാണ് മധ്വാചാര്യരും സൗത്ത് തന്നെ, പിന്നെ വിശിഷ്ടാദ്വൈതം രാമാനുചാര്യരും സൗത്ത് തന്നെ. നോർത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ല. അവിടെ രണ്ട് ദ്വൈതം തന്നെയാണ്. പക്ഷെ അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഇത് ദൈവം തന്നെയാണെന്നുള്ളത്. ഭാഗവതം വായിക്കുമ്പോൾ, ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് ദൈവം തന്നെയാണെന്നുള്ളത്. അപ്പൊ അവിടെ അദ്വൈതത്തിന് യാതൊരു രീതിയിലും സ്ഥാനം വരുന്നതേ ഇല്ല, ഒരു സ്ഥാനവും വരുന്നില്ല. അത് ഭാഗവതത്തിലോട്ട് പോണില്ലല്ലോ, അതാണ് ഒരു സ്ഥാനവും ഭഗവത്ഗീത വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന് പല ശ്ലോകങ്ങളും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്. ഇല്ല അതിനെ പിന്നെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ദുർഘടകമാണ്. അങ്ങനെയുള്ള പാത വളരെ ദുർഘടമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല 12ാമത്തെ അധ്യായത്തില് പിന്നെ 2ാമത്തെ ശ്ലോകം തന്നെ പറയുന്നത് എങ്ങനെ വ്യക്തിരൂപത്തിൽ പ്രേ ചെയ്യണം, പ്രാർത്ഥിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ എൻ്റെ ഭഗവത്ഗീത പറഞ്ഞു തരുന്നു എൻ്റെ അംശമാണ്, അതേസമയം നീ ഞാനല്ല. അവിടെയാണ് പറഞ്ഞത് ചരന്തിയും ചരന്തി വലയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു നമ്മൾ ലൈവ് ക്ലാസ്സിൽ. രണ്ടും രണ്ട് തന്നെയാണ്, ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അദ്വൈതം ഇല്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇല്ല ഡിഫിക്കൽട്ട് ആണെന്നേ പറയുന്നു. ഡിഫിക്കൽട്ട് ആണെന്നേ പറയുന്നു. ഡിഫിക്കൽട്ടാണ് അത് അതിനർത്ഥം. ഇവിടെ ബ്രഹ്മജ്യോതിസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മജ്യോതിസ് ഈ ശ്ലോകമൊക്കെ ശരിക്കും അദ്വൈത ശ്ലോകങ്ങളാണ്. അദ്വൈതക്കാര് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ്. ബ്രഹ്മജ്യോതിസിൽ ലയിക്കും, പക്ഷെ അവന് വീണ്ടും ജന്മം വരും. ശങ്കരാചാര്യരുടെ ഭഗവത്ഗീത എടുത്ത് വായിച്ചാൽ എല്ലാം കൂടെ തിരിഞ്ഞു മറിയും. ശങ്കരാചാര്യരുടെ ഭഗവത്ഗീത വായിക്കരുത്, അതിനുവേണ്ടിയാണ് പ്രഭുപാദര് ഭഗവത്ഗീത പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ വായിക്കരുതെന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ മനസ്സിലാക്കാം, അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രഭുപാദരുടെ ഭഗവത്ഗീത ഇത്രയും ഡിസ്ട്രിബ്യൂഷൻ നടക്കത്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ വായിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷേ എന്താണ് പറയുന്നത്, അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചാണ് പോണത്. ചിലർക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നും, ചിലർക്ക് ദ്വൈതം കൺവിൻസിംഗ് ആയിട്ട് തോന്നും. അവര് ഭഗവത്ഗീത ഏത് വഴി പോയാലും ഫൈനലി എത്തേണ്ടത് ഭഗവാന്റെ അടുക്കയാണ് എന്ന് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ വ്യക്തമായിരിക്കും എന്നേ ഉള്ളൂ. ഡിഫിക്കൽട്ട് ആണ് അവ്യക്തഗത എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആണ്. അതാണ് 5ാമത്തെ 12ാമത്തെ ഭക്തിയോഗത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുള്ളൂ. 5ാമത്തെ ശ്ലോകം ബുദ്ധിമുട്ടാകുന്നേ പറയുന്നുള്ളൂ, ബുദ്ധിമുട്ടാണെന്നേ പറയുന്നുള്ളൂ. അപ്പം മറ്റ് ഭഗവത്ഗീതയോ അല്ലെങ്കിൽ മറ്റ് ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് പറഞ്ഞു കൊടുക്കാൻ ഒരു സൊല്യൂഷൻ വരുന്നില്ല. ഇതാണ് നല്ലത് എന്ന് അവർ പറയുന്നില്ല. അതായത് ഭഗവാനെ ഡയറക്റ്റ് പോയി വിളിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടെയാണ് നോട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് ഹരികൃഷ്ണ പ്രസ്ഥാനവും പ്രഭുപാദരുടെ യഥാരൂപത്തിന്റെയും പ്രസക്തി വരുന്നത്. ഏതാണ് ശ്രേഷ്ഠത എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. അതേസമയം അവർ ഭഗവാനെ നിരാകരിക്കുന്നില്ല. ചെയ്യുന്നത് അവ്യക്തഗതവാദവും പറയുന്നത് കൊണ്ട് ഭഗവാനെ, കൃഷ്ണനെ ഭഗവാനായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പ്രയാസം വരുന്നുണ്ട്. അവിടെയാണ് പരമപുരുഷന്റെ 5ാമത്തെ ശ്ലോകമാണ്. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യമായ ഭാവത്തിൽ ആസക്ത ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ശരീരികൾക്ക് ഈ വഴിയുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണെന്ന് അതെ, വഴിയില്ല. അവർ ഇനിയും ജന്മങ്ങൾ തോറും ജന്മം എടുത്തുകൊണ്ടേയിരിക്കും. കാര്യം അവരെന്റെ വ്യക്തമായ ഭാവത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ഈ ഗുരുക്കന്മാരോ ഈ ഭഗവത്ഗീതയോ സഹായിക്കുന്നില്ല. അതായത് മറ്റു ഭഗവത്ഗീതയോ മറ്റുള്ള ഗുരുക്കന്മാരോ ഈ ഉത്തരത്തിന്റെ മറ്റൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സഹായിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് വ്യത്യാസം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം.
ദുർഘടമാവും. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ശരി ഗുരു ഒന്ന് പറഞ്ഞു തരൂ, ഇതിനകത്ത് ഇങ്ങനെ പറയുന്നു അങ്ങനെ അവ്യക്തഗതമായി പോകുന്നവർക്ക് ദുർഘടമാണ്, അപ്പൊ എളുപ്പ വഴി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പം ആ ഗുരുവിനോ ആ ഭഗവത്ഗീതയ്ക്കോ അതിന്റെ ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രഭുപാദരും ഭഗവത്ഗീതയുടെ യഥാരൂപത്തിന്റെയും പ്രസക്തി. മധ്വാചാര്യർ ഒരുപാട് പറയുന്നുണ്ട്, ശങ്കരാചാര്യ തെറ്റാണെന്നൊക്കെ പറഞ്ഞ പുസ്തകമുണ്ട്. ഞാൻ ആ പുസ്തകം തപ്പിയിട്ട് കിട്ടിയില്ല. അതുണ്ട്, വളരെ കൃത്യമായി അദ്വൈതം വിമർശിക്കുന്നുണ്ട് മധ്വാചാര്യ. ആ പുസ്തകത്തിലുണ്ട് അത്, പക്ഷെ ഞാനത് നോക്കിയിട്ട് കിട്ടിയില്ല. ലാംഗ്വേജ് അങ്ങനെ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും ഇല്ല അവിടെ. ഞാൻ ഉടുപ്പിലൊക്കെ തപ്പിയതാണ്. അതില് മധ്വാചാര്യർ ശരിക്കും, കാരണം അതൊരു എവല്യൂഷൻ വെച്ച് നോക്കിയാലും ദ്വൈതത്തിലാണ് വന്ന് നിൽക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പൊ അദ്വൈതത്തിൽ തുടങ്ങി വിശിഷ്ടാദ്വൈതത്തിൽ വന്നു, ദ്വൈതത്തിൽ നിൽക്കുന്നു. അതിനുശേഷം ഒരു വലിയ ആചാര്യൻ വന്നിട്ടില്ല, മധ്വാചാര്യരിൽ നിൽക്കുകയാണ് ഇപ്പൊ. ലേറ്റസ്റ്റ് മധ്വാചാര്യരാണ് കൊണ്ടാണ് അതിന് പറയുന്നത് ഭേദ അഭേദ തത്വം. ഭേദ അഭേദ തത്വം, അതിന് ഒരു ഇത് എഴുതി വെക്കുക, ഭേദ അഭേദ തത്വം. തുല്യമാണ് എന്നാൽ രണ്ടും രണ്ടാണ്, അതിനാണ് ഭേദ അഭേദ തത്വം എന്ന് പറയുന്നത്. ഭേദ അഭേദ തത്വം. ജയപ്രകാശ് പ്രഭു കുറിച്ച് വെച്ചേരെ, ഭേദ അഭേദ തത്വം. രാജീവ് പ്രഭു ഒന്നും മിണ്ടിയില്ല. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു സ്ട്രക്കായിട്ടിരിക്കുകയാണോ കുഞ്ഞിരിക്കുകയാണോ? ഓക്കെ, ഞാൻ വിചാരിച്ച സ്ട്രക്കായിട്ടിരിക്കുകയാണെന്ന്. മ്യൂട്ടാണ്. അല്ല, കേട്ടോണ്ടിരിക്കുവാണ് പ്രഭു ഇങ്ങനെ. ഓക്കെ, ഭേദ അഭേദ തത്വം ഇതാണ്. അതായത് നമ്മള് തുല്യരാണ് എന്നാൽ തുല്യരല്ല, ഇതാണ് വ്യത്യാസം. നമ്മൾ ഭഗവാന്റെ ചൈതന്യം നമ്മളിലുണ്ട് എന്നാൽ നമ്മൾ ഭഗവാനല്ല. നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നാൽ നമ്മൾ ഭഗവാനല്ല. ഭഗവാനും നമ്മളും തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായ ഒരു അവസ്ഥ, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസ്ഥ, ഭൗതികമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിന്നിരിക്കുന്നത്. ചെറിയൊരു സ്വാതന്ത്ര്യം. ആ ചെറിയ സ്വാതന്ത്ര്യം നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കളി മൊത്തം കളിക്കുന്നത്. അതാ രസം. തിരികെ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ. അതിനകത്തുള്ള കളികൾ മൊത്തം ആവശ്യവും അനാവശ്യമായിട്ടുള്ള എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടതാണ്. പിന്നെ നമ്മുടെ നേരത്തെ പഠിച്ച മാതിരി ഭഗവാനെ ലയിക്കും. എങ്ങനെ? സാരൂപ്യ ശക്തി, സാരൂപ്യ എന്നതൊക്കെയുണ്ട്. പക്ഷേ ഭഗവാന്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും അത്ര ശ്രേഷ്ഠത കാണുന്നില്ല. കാര്യം ഭഗവാന്റെ നിത്യദാസനായിട്ട് നിൽക്കാനാണ് ഭഗവാന്റെ ഭക്തര്. ലയിക്കാൻ, മെർജ് ചെയ്യാൻ ഭഗവാന്റെ ഭക്തർ ആഗ്രഹിക്കുന്നില്ല. ഭഗവാന്റെ നിത്യദാസനാണ്. ഭഗവാനെ എപ്പോഴും സേവ ചെയ്യണം. അതാണ് മഹാദേവരും പറയുന്നത്. അങ്ങയുടെ നിത്യദാസനായിട്ട് നിൽക്കാനുള്ള ഒരു ജന്മം തരണമേ എന്നാണ് രുദ്രഗീതത്തിൽ ഭാഗവത്തിൽ പറയുന്നത്. അപ്പം ഇതാണ്. അപ്പം അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ദ്വൈതം ഭഗവാനും നമ്മളും രണ്ടും രണ്ട് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയങ്ങളും ഇല്ല. ഹരേ കൃഷ്ണ. അപ്പം ഇനി എന്താ പറയാനുള്ളത്? ശില്പമാതാജി ഓഫായോ? വീഡിയോ ഓഫായോ? ഹരേ കൃഷ്ണ. ഉണ്ടോ? ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു ഫൈനലി എന്താ പറയാനുള്ളത്? മാതാജി നാളത്തെ ക്ലാസ് ഞാൻ വീണ്ടും പറഞ്ഞതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ജയപ്രകാശ് പ്രഭു ഇനി പറയൂ. ജയപ്രകാശ് പ്രഭു ആണ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് സമയം. ജയപ്രകാശ് പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഒന്നും പറയാനില്ല, 8:30 മാതാജിമാർ അടുക്കളയിൽ പോയി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നോക്ക്, നമ്മൾ ഇവിടുന്ന് സുഖമായിട്ടിരുന്ന് ചർച്ച ചെയ്യുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ. തിരിച്ചു ചെല്ലുമ്പം ടേബിളിലെല്ലാം ഉണ്ട്. ഹരേ കൃഷ്ണ. 2 മാസം പോരാ, 3 മാസം ഞാൻ അങ്ങനെ ജീവിച്ചതെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു ഹരേ കൃഷ്ണ ചെല്ലേണ്ടത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. തീർച്ചയായിട്ടും നമ്മൾ ആത്മീയമായി ചെയ്യുമ്പം, നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രസാദം അവരുണ്ടാക്കുമ്പം തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ മൊത്തം അവർക്കും ഈക്വലാണ് പോകുന്നത്. അവർക്കൊരു പക്ഷേ ഇത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കാണത്തില്ല. അതേസമയം നമുക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളെ നമ്മുടെ വഴിക്ക് വിടുന്നുമുണ്ട്. ഹരേ കൃഷ്ണ. ശരിയല്ലേ?
തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ്. സുശീം പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു കുക്കിയല്ലേ ചെയ്യുന്നത്? എന്തോ പ്രഭു കുക്കിയല്ലേ ചെയ്യുന്നത്? എന്റെ അടുത്ത ഭക്തർ ഇപ്പൊ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോ ഞാൻ എടുത്ത് കഴിക്കും. അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണയില് അങ്ങനെ കുക്കിംഗ് ഇല്ല.